ാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വളരെ കമ്മിറ്റഡായിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, പഠനത്തിന് ഷോർട്ട് കട്ടില്ല, പഠിച്ചേ പറ്റും. നമ്മൾ രസമൊക്കെ ഞങ്ങൾ ഇവിടെ പറയായിരുന്നു, ഈ ദൈവവചനം പഠിക്കണമെങ്കിൽ പഠിച്ചേ പറ്റും, പഠിക്കണം. നമ്മളൊക്കെ ഒരു ആത്മീയ ചിന്തയോ ഒരു പ്രബോധനമൊക്കെ പറയണമെങ്കിൽ നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് പല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചിന്തകളാണെന്നുള്ളത്. പക്ഷെ അതെല്ലാം തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. നമ്മൾ ഈ കൃപാവരങ്ങളെ വിഷയത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി, അല്ലെങ്കിൽ വിവിധ കൃപാവരങ്ങൾ വൈവിധ്യമായിട്ട് പലരിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ദൈവം ആക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണുകയുണ്ടായി. അത് സഭയുടെ പൊതു ആത്മീയ പ്രയോജനത്തിനായിട്ട്. രണ്ടാമത്, നമ്മൾ എന്താണ് സഭ കൂടി വരേണ്ടത്? എന്തിനാണ് സഭ കൂടി വരേണ്ടത്? 1 കൊരിന്ത്യർ 11 തൊട്ട് ഏതാണ്ട് 13 പ്രാവശ്യമാണെന്ന് തോന്നുന്നു നിങ്ങൾ കൂടി വരുമ്പോൾ. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് സഭ കൂടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞത്. അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം, 1, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്തോത്രങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തെ ആരാധിക്കാം, അതിൻ്റെ പ്രായോഗികമായ രീതിയിൽ. കാരണം സുവിശേഷവേല, മറ്റുള്ളവരെ സഹായിക്കുന്നത്, പിന്നെ കരുണ, ഇങ്ങനെ 13 പറയുന്നുണ്ട്. സുവിശേഷ വേല ഉൾപ്പെടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷ വേലയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം, ലൂട്രോ എന്നുള്ള ഗ്രീക്ക് വാക്ക്. എന്നാൽ ആ നിലയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും, പ്രത്യേകിച്ച് അപ്പപാനപാത്രങ്ങളോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തതായ ആരാധന. എന്നാൽ അതേ സമയത്ത് തന്നെ അതുപോലെ നമുക്ക് എന്തുണ്ടാവണം? സ്പിരിച്വൽ എഡിഫിക്കേഷൻ. ഇതാണ് ആത്മീയ അഭിവൃദ്ധി, ആത്മീയമായ അഭിവൃദ്ധി. നമ്മുടെ യോഗങ്ങൾക്ക് പോകുന്നു, നാമോ നമ്മുടെ സഭയിലുള്ള വിശ്വാസികളോ നമ്മുടെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളോ യുവാക്കന്മാരോ ആത്മീയമായിട്ട് അഭിവൃദ്ധിപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സഭയിൽ കൃപാവരങ്ങൾ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചേക്കാം. പല കാര്യത്തിൽ സഭയുടെ കൂടി നടത്താൻ വേണ്ടി ചേരിടുന്നു, സഭ കൺസ്ട്രക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കഴിവുകളെ, താലന്തുകളെ നമ്മൾ കർത്താവിന് വേണ്ടി പരിശുദ്ധന്മാരുടെ വിശുദ്ധീകരിച്ച് നമ്മൾ അർപ്പിക്കുന്നു. എന്നാൽ ആത്മീയമായ കാര്യത്തിൽ ഒരു ഉണർവ്, ഒരു അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ആത്മീയ കൃപാവരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം. പലപ്പോഴും ഈ കൂടിവരും വളർത്തുമ്പോഴും പലപ്പോഴും ഈ സ്വന്തം കഴിവുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രഭാഷകനാണ് കയറുന്ന 4 പ്രസംഗമോ പ്രസംഗിക്കും. അത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാവണമെന്നില്ല. മറ്റ് പല രംഗങ്ങളിൽ നമ്മുടെ ആ സ്വന്തം കഴിവുകളെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അരുത്. കൃപാവരങ്ങളാണ് ജനിപ്പിക്കേണ്ടത്. ആ കൃപാവരങ്ങളെ ജനിപ്പിക്കൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ആത്മനിറവിൽ വേണം വരേണ്ടത്. യോഗങ്ങൾക്ക് വരുന്നതിന് മുമ്പേ രാവിലെകളിലെ നമ്മുടെ ക്വയറ്റ് ടൈം, നമ്മുടെ ഒരു രഹസ്യ സമയം കർത്താവിനോടുകൂടെ ഉള്ളത്, എന്നുവെച്ചാൽ വചനം വായിക്കുക, പഠിക്കുക. അതിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മീയ കൃപാവരങ്ങളെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സഭയിൽ എന്ത് ചെയ്യും? ആ കാര്യങ്ങളെ ജ്വലിപ്പിക്കും. ഈ ജ്വലിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ഒരു കാര്യത്തെ ആക്റ്റീവാക്കി മാറ്റും, അതിനെ ആക്റ്റീവാക്കി മാറ്റും. അത് എപ്പോഴും അത് ബാഹ്യമായ പ്രകടനങ്ങൾ മാറണമെന്നില്ല, പക്ഷെ അതിനെ അങ്ങോട്ട് പ്രകടിപ്പിക്കുക അല്ലേ? നമ്മളെല്ലാം കൃപാവരങ്ങൾ പാവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്? ഇതിനെ ഇനാക്റ്റീവായിട്ട് ഇട്ടിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട്. ആത്മനിറവില്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് നല്ല ഫെലോഷിപ്പ് ഇല്ലാത്തതിന് കാരണമാണ്. വ്യക്തിപരമായിട്ട് ആത്മീയ കാര്യങ്ങൾ ഇടപെടുമ്പോൾ മാത്രമേ നമ്മൾ ആത്മാവിൽ നിറയത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി. രണ്ടാമത്, കൃപാവരങ്ങളെ ജനിപ്പിക്കുന്നത് മൂലം ഓരോരുത്തരും എന്ത് കൃപാവരമുണ്ടെന്നുള്ളത് തെളിഞ്ഞു വരും.
എനിക്ക് കൊടുക്കണമെന്നും പറഞ്ഞൊരു കൃപാവനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദാനം ചെയ്യുന്നൊരു കൃപാവനം തന്നിട്ടുണ്ടെങ്കിൽ, ആ കാര്യം എനിക്ക് ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം. എടാ, ഇത് ചെയ്യാതെ എങ്ങനെയാണ് ജ്വലിപ്പിക്കുന്നത്? കരുണ കാണിക്കണം എന്നുള്ളത് കൃപാവരമാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. പക്ഷെ അത് നമ്മൾ ജ്വലിപ്പിക്കാതെ എങ്ങനെയാണ് അത് കൃപാവരങ്ങളെ പ്രകടിപ്പിക്കുന്നത്? നമ്മൾ ഏത് സമയത്തും നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് എക്സലായിട്ട് വരാൻ, മുഖമുള്ളതായിട്ട് വരാനായിട്ട് കഴിയത്തുള്ളൂ. ഉള്ള അവസ്ഥയിൽ എവിടെയായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ആ ഗ്രീക്ക് പ്രയോഗം. പ്രസന്റ് ആക്റ്റീവ് ടെൻസ് ആണ്. അതെന്തിനാണെന്നറിയാമോ? അപ്പോൾ തെളിഞ്ഞു വരും ആരാണ് കൃപാവരത്തിൽ മുഖത്ത് നിൽക്കുന്നത്. ഒന്നും അറിയാൻ വയ്യാത്ത സാധാരണ സഹോദരിയായിരുന്നേക്കാം, അവരുടെ കൃപാവരങ്ങൾ തെളിഞ്ഞെളിഞ്ഞു വരും. അത് തന്നെ, അത് കൃപാവരമാണ്. അത് ഡീക്കൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷകർ അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരമാണ്. ശുശ്രൂഷ കൃപാവരം വരുന്നുണ്ട്. അല്ലല്ല, പരിപാലനം വേറെ, റൂളിങ്. ശുശ്രൂഷ കൃപാവരം നമ്മൾ ഒരിക്കലും ഈ പരിപാലനവും ശുശ്രൂഷയും കൂടെ അത് വ്യത്യാസമാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്യുന്നത്. അതിപ്പോൾ വരാൻ പോവാ കേട്ടോ, ക്ലാസ് വരാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് കൊണ്ട് നടക്കുന്നു. അടുത്തത് അത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇപ്പം ഇവിടെ ഞാൻ വന്നിട്ട് ക്ലാസ് എടുക്കുന്നു. ഇവിടെ ഈ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് മൈക്കോ എനിക്കിതൊന്നും എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. മനസ്സിലായില്ലേ? ഓൺലൈൻ സൂം മീറ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും അറിയത്തില്ല, പലരും അറേഞ്ച് ചെയ്ത് തരും. അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ ശുശ്രൂഷിക്കൊണ്ട് ഉപയോഗിക്കുകയാണ്. നമ്മളത് സമർപ്പിച്ച് കർത്താവിനോട് കൊടുക്കുകയാണ്. അതിന് പ്രതിഫലമുണ്ട്. അത് ശുശ്രൂഷ കൃപാവരങ്ങളിൽ വരും കേട്ടോ. ഓക്കെ, എല്ലാം നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. പലയിടത്തും ഉണ്ട് ഈ കയറി ഇത് പ്രസംഗിക്കുകയും കയറി ഇന്ന് ബൈബിൾ ക്ലാസ് എടുക്കുകയും കയറി എന്നിട്ട് ഇത് മാത്രമാണ് ശുശ്രൂഷ എന്ന് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന അല്ല. ദ സ്ട്രിക്റ്റ് ഡെഫിനിഷൻ ദാറ്റ് ഇസ് ഡിഫറൻസ്. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ കാണുവാനുണ്ട്. നമ്മൾ ഈ ലിസ്റ്റ് കണ്ടല്ലോ, ലിസ്റ്റ് കണ്ടു. 1 കൊരിന്ത്യർ 12:8 മുതൽ 10 വരെ എത്ര എണ്ണമുണ്ട് അതിനകത്ത്? ഞാനിത് വായിക്കാം, ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം ഉണ്ടല്ലോ, ശരിയല്ലേ? എന്താണ് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം? നമ്മൾ അടുത്ത സെഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. രണ്ടും രണ്ടാണ്. മാത്രമല്ല വിശ്വാസം. എന്താണ് വിശ്വാസം? നമ്മുടെ ഈ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണോ? അല്ല. കർത്താവ് മലകളെ നീക്കാൻ വേണ്ടിയുള്ള വിശ്വാസം എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ചാൽ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നതായ രോഗശാന്തിയുടെ ഫലം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് പ്രത്യേകിച്ച് ആത്മാക്കളുടെ വിഭജനവും പലവിധ ഭാഷകളും ഭാഷകളുടെ വ്യാഖ്യാനവും ഒഴിച്ചാൽ, അത് പിന്നീട് സംസാരിക്കും. അവിടെ ഈ രോഗശാന്തികളും വീരപ്രവൃത്തികളും ചെയ്യുവാനുള്ളതായ വിശ്വാസം, ആ വിശ്വാസം നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസ സംഹിതയോ നമ്മുടെ പൊതുവിശ്വാസമോ അല്ല. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 1 കൊരിന്ത്യർ 12:28 എത്രണ്ണം പറഞ്ഞുണ്ട്? 8 ആണോ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ശ്രദ്ധിക്കണം. അവിടെ ഉപദേഷ്ടന്മാരാണോ അതോ ഇടയന്മാരായ ഉപദേഷ്ടന്മാരാണോ? ഉപദേഷ്ടക്കാർ മാത്രമേ ഉള്ളൂ. അതെന്താണോ വിശദീകരിക്കാം. വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം കണ്ടില്ലേ? വീര്യപ്രവൃത്തികളും രോഗശാന്തികളുടെ വരം അവിടെ ആവർത്തിക്കുന്നില്ലേ? ആവർത്തിക്കുന്നുണ്ടല്ലോ. അതാണ് 28 കുറഞ്ഞ 19. പിന്നെ സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം. ഈ പരിപാലന വരം ആർക്കാ വേണ്ടത്? മൂപ്പന്മാര്, ഇടയന്മാര്. അല്ല, അതുകൊണ്ടാണ് ഈ മൂപ്പന്മാരുടെ അധ്യക്ഷന്മാരെന്ന് പറഞ്ഞിരിക്കാൻ കാരണം. ഈ അധ്യക്ഷന്മാർ അത് പറഞ്ഞാൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ എപ്പിസ്കോപ്പോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ എപ്പിസ്കോപ്പോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മുമ്പിൽ നിന്ന്, മാതൃകാപരമായിട്ട് നിന്ന് ലീഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, അല്ലേ? അത് ഈ മൂപ്പന്മാരിൽ തന്നെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ അത് മൂപ്പന്മാർക്ക് ആ കൃപാവരം വേണം. അടുത്തത് പരിപാലനം, പിന്നെ വിവിധ ഭാഷാപരം. വിവിധ ഭാഷാപരം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അന്യഭാഷയും അന്യഭാഷയുടെ വ്യാഖ്യാനവുമാണ്. അപ്പോൾ ഇത് എഴുതിയ കാലം നമ്മൾ ഓർത്തോണം.
ഇത് എഴുതിയ കാലം ക്രിസ്താബ്ദം AD 55 ഈ ലിസ്റ്റ് കാണുന്നത്. ഈ 12-ാം അധ്യായത്തിലെ ലിസ്റ്റുകളെല്ലാം തന്നെ കാണുന്നത്. അടുത്തത് AD 57, 58 ആ സമയത്ത് എഴുതിയ റോമാലേഖനത്തിൽ റോമർ 12-ന്റെ 6 മുതൽ 10 വരെ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞോളൂ. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? പ്രവചനം. നമ്മൾ ഈ പ്രവചനം എന്ന് വിചാരിക്കും ഇത് മുൻകൂട്ടി പറയുന്ന കാര്യങ്ങളാണ് പ്രവചനമൊന്നും അല്ല. Prophecy means that is foretelling as well as foretelling. മുമ്പ് കൂട്ടി പറയുന്ന പല കാര്യങ്ങളുണ്ട്. അഗബസ് പ്രവചിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസിനെ കെട്ടിക്കൊണ്ടുപോകുന്നുള്ള കാര്യം പ്രവചിച്ചില്ലേ? എന്നാൽ അതത് സമയത്തേക്ക് സഭയ്ക്ക് വേണ്ട വചനം, സ്വർഗീയ വചനങ്ങൾ. ഈവൻ 1-ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകങ്ങളെല്ലാം, ഈ പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 47, 48, 49 യാക്കോബിന്റെ എഴുതുന്നത്. പിന്നെ കൊരിന്ത്യൻ ലേഖനങ്ങൾ എഴുതി. ഇത് AD ഏതാണ്ട് 66, 67 ആയപ്പോഴത്തേക്ക് പൗലോസിന്റെയും ആ ഗ്രന്ഥ നിർവഹണം അവസാനിപ്പിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ആണ് എഴുതിയിരിക്കുന്നത്. റെവലേഷൻ ഈസ് ഇൻസ്പിറേഷൻ എന്നുള്ള 2 കാര്യങ്ങൾ നമ്മൾ ബിബ്ലിയോളജി പഠിക്കുമ്പോൾ പഠിക്കും. പിന്നെ AD 91 തൊട്ടാണ് ഏതാണ്ട് 90-91 സമയത്താണ് ബാക്കി പുസ്തകങ്ങളായ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളും എഴുതി തീർന്നത്. അവസാനം AD 96 ആയപ്പോൾ എന്താണ് എഴുതിയത്? വെളിപ്പാട് പുസ്തകം. എന്നിട്ട് അവസാനം ഒരു പാസ്വേഡ് ലോക്കിങ് കൊടുത്തു. ഇതിൻ്റെ കൂടെ ആരും കൂടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്തു. ന്യായപ്രമാണം കൊടുത്തപ്പോഴും അതേ കമാൻഡ്മെന്റ് കൊടുത്തു. അങ്ങനെ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അവിടെയാണ് ഈ പ്രവചനം എന്നുള്ള വാക്കിന്റെ പ്രസക്തി. ഭാവിയിലേക്കുള്ള പല കാര്യങ്ങൾ അത് പ്രവചിച്ച് വചനത്തിൽ രേഖപ്പെടുത്തി. എന്നാൽ ആ വചനം കംപ്ലീറ്റ് ചെയ്തതിന് വരെ സഭ എങ്ങനെ മുന്നോട്ട് പോകും? പുതിയ സഭയാണ്, പഴയമ മാത്രമേ ഉള്ളൂ കയ്യിൽ, ചുരുടുകളും അല്ലേ? പഴയമ സിന്നഗോഗുകളൊക്കെ ഉണ്ടായിരുന്നു, സഭകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പഴയ നിയമത്തെ അല്ലെങ്കിൽ പരിപൂർണമാക്കിക്കൊണ്ട് അതാണ് പിന്നെ എബ്രായനും ഒന്നിന്തി പറഞ്ഞ ദൈവം കൊണ്ട് ഭാവമായിട്ടും വിവിധമായിട്ടും അല്ലേ, പിതാക്കന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ ആ കാര്യം ഇന്ന് ക്രിസ്തുവിൽ കൂടെ പുത്രനിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ നേരിട്ട് സംസാരിച്ചു. അത് പുത്രന്റെ പിന്നെ അപ്പോസ്തലന്മാരെന്നറിയാമോ, അവരത് എഴുതി വെച്ചു പരിശുദ്ധാത്മാവിന്റെ. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർപ്പിക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർപ്പിക്കും ഞാൻ സംസാരിച്ചത്. ഇവര് മറന്നുപോകുന്ന പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ പൗലോസിനും പത്രോസിനും എല്ലാം ആത്മനിർഭരനാൽ പ്രചോദനത്താൽ ആ കാര്യങ്ങൾ എഴുതി അവർ കൊടുത്ത് അവരെല്ലാം അത് എഴുതി വെച്ചു. സോ therefore no more revelations, no more inspiration for anyone after AD 96 to write down or to speak that this is the word of God. അത് വേറൊരു വിഷയമാണെങ്കിലും, but today when we read and meditate the word of God, we have the illumination of the Holy Spirit, we have the enlightenment of the Holy Spirit. വേദപുസ്തകത്തെ ആകമാനമായിട്ട് പ്രവചനം പറയാൻ കാരണം, പ്രവചനം എന്ന് പറയുന്നത് പ്രൊഫസി, ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് അന്നു വേണ്ട, അതത് കാരണയിൽ വേണ്ട വചനം ദൈവത്തിന് കൊടുക്കുന്നു. അതേസമയത്ത് ഭാവിയെക്കുറിച്ച് ആ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് അവർ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ ഭരണവും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നത്? എവിടെയാണ്? റോമർ 12 ശുശ്രൂഷ. ഇവിടെയാണ് ദൈവദാസൻ ചോദിക്കുന്നതായ ആ കൃപാവളത്തിൽ ശുശ്രൂഷ. അടുത്ത ശേഷം ഉപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിനോടും തീത്തോസിനോടും നീ ഇത് പഠിപ്പിക്കുക, വെറുതെ അല്ല, പഠിച്ചിട്ട് പഠിപ്പിക്കുക. ഇന്നലെ ഞാൻ പറയുണ്ടായി, ഉപദേശം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഡിഡാക്കെ എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം എവിടെയാണ് കാണുന്നത്? നമ്മൾ പുതിയ നിയമത്തിൽ. അതിനകത്ത് ഓരോ വിഷയങ്ങളും ഡിറൈവ് ചെയ്ത് ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുശാസ്ത്രം, അപ്പോസ്തല പ്രവൃത്തികളിലെ പിന്നെ നമ്മുടെ അപ്പോസ്തലന്മാരുടെയും തേപ്പാനുസരിച്ച പ്രസംഗം മാത്രം എടുത്താൽ മതി. ക്രിസ്തുശാസ്ത്രത്തിന്റെ യേശു ദൈവമാണ്,
എന്നുള്ള ആ വിഷയം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്റ്റോളജി കണ്ടന്റ് ആയിരുന്നു. അടുത്തത് ഉപദേശം, പ്രബോധനം. എന്താണ് പ്രബോധനം? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കുന്നത്. വിശദമായിട്ട് പറയാൻ പോവുകയാണ്. ദാനം ചെയ്യും. ദാനം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെല്ലാം കൊടുക്കുന്നവരാണ്. പക്ഷെ ചിലവർ കാണാം അസാധാരണമായ രീതിയിൽ അവര് ഒരുപക്ഷെ ഒരിക്കലും കൊടുക്കാത്തവരായിരുന്നേക്കാം. രക്ഷിക്കപ്പെട്ട ശേഷം അവർ കാണാം ഇത് വാരി വിതറി കൊടുക്കുന്നവർ കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങളുണ്ട്. ഭരണം, റൂളിംഗ് എന്നുള്ള വാക്കാണ്. റൂളിംഗ്, ഭരണം. മുമ്പേ പറഞ്ഞത് ആർക്കാണ് വേണ്ടത്? ആർക്ക് വേണ്ട കൃപാവരമാണ്? ഭരണം അല്ലെങ്കിൽ പരിപാലനം പാസ്റ്റർമാർ, ഉപദേഷ്ടാക്കന്മാർ, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക്, അല്ലെങ്കിൽ എൽഡേഴ്സ്, പാസ്റ്റേഴ്സ് ഓർ ബിഷോപ്സ്, അധ്യക്ഷന്മാർ, അവർക്ക് വേണ്ടതാണ്. കരുണ. കരുണ നമ്മളെല്ലാം കരുണ കാണിക്കുമെങ്കിലും പ്രത്യേകിച്ച് അതുകൊണ്ടാണെന്നല്ലേ സൗകര്യയുടെ അത് പറഞ്ഞത്, ചില സൗകര്യന്മാരാണ് കൂടുതൽ കരുണയിൽ തികഞ്ഞു വരുന്നവരായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തേ മനസ്സിലാവത്തുള്ളൂ. എഫേസ്യർ 4:11 വരുമ്പോൾ ശ്രദ്ധിക്കണം. അത് AD 60 61 ആണ് ആ കാര്യം എഴുതിയിരിക്കുന്നത്. AD 60. ഒരു കാര്യം ഓർക്കണം, ഈ സമയം ആകുമ്പോഴത്തേക്ക് പുതിയ വചനങ്ങൾ കുറേച്ച് എഴുതി തീർത്ത് അത് സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി അല്ലേ? എഫേസ്യരിയാനം വായിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം? ലവോദിക്ക സഭയിലും വായിക്കും. എഫേസ്യരിൽ ഏതാണ്ട് 15-20 കിലോമീറ്റർ അപ്പുറത്താണ്. കാരണം അന്ന് ചുരുളല്ലായിരിക്കും ഇരുന്നത്, പൈപ്രസ് ചുരുളായിരുന്നത്. നമ്മളോട് പ്രിന്റിങ് ഇത് കണ്ടില്ലേ? ഇപ്പം നോട്ട്സ് എല്ലാം നമ്മളോട് പ്രിന്റ് ചെയ്തു. ഇത് സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് എഴുതി തീർന്നിട്ടില്ല ഈ പുതിയ വചനം. മുമ്പേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവിടെയാണ് നമുക്ക് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ. ഇവിടെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരും വാസ്തുവിൽ ഒന്നായിട്ട് ഇട്ടേക്കുന്നത്. പക്ഷെ അവിടെ ഇടയന്മാരെ അല്ല, ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരെന്നാണ് ഗ്രീക്കിൽ. ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരെന്ന്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അവസാനം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പൗലോസ് യഥാർത്ഥത്തിൽ അപ്പോസ്തലോ എന്നുള്ളതായ ഒരു വലിയ ചോദ്യം പ്രത്യേകിച്ച് കൊരിന്ത്യർക്കും മറ്റു പലകാർക്കും വന്നു. ഞാൻ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. ഈ സത്യം ചെരുപ്പിടുമ്പോഴത്തേക്ക് അസത്യം അനേകം മൈലുകൾ പ്രാപിക്കുന്നു. ഇന്ന് ദേവദാസന്മാരെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദേവദാസന്മാരെ ചെരുപ്പിട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയാനുള്ളത് റെസ്പോണ്ട് ചെയ്യണ്ട. അപ്പൊ ആ അസത്യമൊക്കെ പടരും, പല ഭൂഖണ്ഡങ്ങൾ കടന്നിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഈ IT ഭൂഖണ്ഡം എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞ പോലെ ഈ കൊരിന്ത്യനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പൗലോസിനോട് കൊരിന്ത്യന് കാണിച്ചതായ ശുദ്ധമായ മലയാള ഭാഷയെ പറഞ്ഞ പെരുത്തപ്പാറയിലെ സഭയെ പറഞ്ഞ ഭാര്യ പറഞ്ഞ കൊള്ളതായി കഷ്ടപ്പെട്ടു പോയി വേല ചെയ്താണ്. കൊരിന്ത്യനെ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം വിവരിച്ചിരിക്കുന്നു. അസത്യ കഥകൾ അതിലൊന്നായിരുന്നു. ഇവൻ അപ്പോസ്തലനാണോ? പ്രത്യേകിച്ച് പത്രോസോടെ ഭാര്യയും കൂടി ചെന്നപ്പോഴും ഇവന്റെ ഭാര്യയായ ഒരു സൗകര്യമുണ്ടോ? അതായിക്കൊണ്ട് കാണിക്കുന്ന പൗലോസിനെ ഒരു ഇമ്മോറലായിട്ട് ചിത്രീകരിക്കാനായിട്ടായിരുന്നു അവരുടെ വ്യാനം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കാര്യം വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, സൗര അറിയാവും 4-ന്റെ ഏത് ഭാഗത്താണ് വായിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സഹോദരനായ. എന്നിട്ട് 1 പത്രോസ് 4:11 വായിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ അപ്രൂവിങ് പീറ്റർ, താൻ ദൈവദാസനാണ്, താൻ ഈ വചനം എഴുതാനായിട്ട് ദൈവം ഏൽപ്പിച്ച വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞ ശേഷമാണ് ഈ 4:11 പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പുള്ള വാക്യം വായിച്ചേ, 4:11 വായിച്ചേ. ഓരോരുത്തരും എന്ത് വേണം? കൃപാവരത്തെ കുറിച്ച് അവിടെ പറയുന്നത്. നോക്കണം, അവിടെ ആ വാക്ക് വരുന്നുണ്ട്. കൃപാവരം, കൃപയുടെ കൃപാവരത്തെ കുറിച്ചുള്ള പഠനമാണ് അവിടെ പറഞ്ഞ. കൃപാവരത്തെ കുറിച്ച് പത്രോസ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പറയുകയാണ് എന്താണ്? ഒരുവൻ പ്രസംഗിക്കുമെങ്കിൽ. കേട്ടോ, ഒരുവൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, കൃപാവരങ്ങളെ 2 ആയിട്ട് കുറിക്കുകയാണ്. വേണേ പറയാൻ പ്രസംഗ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിയ പ്രാസംഗികമാർ പ്രാസംഗിക്കുന്നതായ പ്രസംഗമല്ല. നമ്മൾ സഭയിൽ എഴുന്നേറ്റ് പ്രബോധിപ്പിക്കുന്നതും, നമ്മൾ സഭയിൽ എഴുന്നേറ്റ് വചനം പ്രബോധിപ്പിക്കുന്നതും, ഉപദേശം പഠിപ്പിക്കുന്നതും, സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ സുവിശേഷ പ്രസംഗം നടത്തുന്നതും ഈ വായ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്നതായ കമ്മ്യൂണിക്കേഷൻ കൃപാവരം.
ആശയവിനിമയ കൃപാവരം. പിന്നെ രണ്ടാമത്തെ തിരിച്ചിരിക്കുന്നത് ശുശ്രൂഷ. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എല്ലാവരും നോക്കിയോളൂ. നിങ്ങളുടെ പതിനെത്തിൽ എന്താ? ദൈവത്തിന്റെ അരുളപ്പാടുകൾ. നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ, പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ എന്തായി ചെയ്യുന്നത്? ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയാണ്, ഓറലി. ഇതൊരു കാലത്ത് ദൂതന്മാരെ പറ്റി ഏൽപ്പിച്ച കാര്യമാണ്. ഇതിപ്പോ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ എൻ്റെ ഇടയ്ക്കൊന്ന് ഓർത്തോണേ, നിങ്ങൾ നല്ലതായിരിക്കും ഓർക്കുന്നത്. ഈ പ്രസംഗവും പഠിപ്പീരും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക. ഗ്രീക്കിലെ പ്രോക്സോ എന്നുള്ള പ്രോക്സോ അല്ലേ, പ്രോക്സോ ആണ്, പ്രോക്സോ എന്ന് പറയുന്നത് എന്നുള്ള വാക്കാണ്. സർവ്വജനത്തിന് ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിളംബരം ചെയ്യുന്നു. അത് പ്രോക്സോയാണ്. വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിൽ ഒരു ദൂതനാണെങ്കിൽ നടന്നുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം ആകാശത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ വിളംബരം ചെയ്യുന്നു. അന്തിമ ദൂതൻ അത് ക്രിസ്തുവിന്റെ സുവിശേഷമല്ല, അത് രാജ്യത്തിന്റെ സുവിശേഷം. ദൈവരാജ്യം വരാൻ പോകുന്നത് യോഹന്നാൻ പ്രസംഗിച്ച സുവിശേഷം. എന്നാൽ ടീച്ച് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് കേട്ട്, എബ്രായർ 2:3 പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ നിന്ന് കേട്ടവർ ഉറപ്പിച്ചു നിന്നതായ വചനം, രക്ഷയുടെ വചനം, അതിനെ ഉപദേശിക്കുക, അതിനെ പഠിപ്പിക്കുക. ടീച്ച്. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ നിലയിലുള്ളതായ നമ്മുടെ വായ്മൊഴിയാൽ നമ്മൾ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ആശയവിനിമയം ചെയ്ത കാര്യമാണ് എന്ത്? പ്രസംഗപരം, ശുശ്രൂഷാപരം. ഇതാരെങ്കിലും കാണും? ബ്രദർ പറഞ്ഞല്ലോ, ഇതെങ്കിലും കാര്യങ്ങൾ കാണും. അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എത്രയോ സഹോദരന്മാരും ഫുഡ് കൊടുക്കാനായിട്ട് പാത്രം കഴുകുന്നു, ക്ലീൻ ചെയ്യുന്നു, സജ്ജമാക്കുന്നു, സ്റ്റേജ് തെറ്റാക്കുന്നു. ഇതാരെങ്കിലും കാണണമെന്നുണ്ടോ? ആർക്കാ വലിയ വാല്യൂ നമ്മുടെ ഇടയിൽ? ദൈവദാസം പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ കൃപാവരങ്ങള് അല്ലെങ്കിൽ അവിടെ പ്രസംഗപരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു തിയോളജിക്കൽ ഇൻഫറൻസ് എന്ന് പറയും. നേരിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് വേദപണ്ഡിതന്മാർ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പല വേദപണ്ഡിതന്മാരും പലതരത്തിലുള്ള ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രസംഗപരങ്ങൾ ഈ പറഞ്ഞ 9 എണ്ണം അതിനകത്ത്, അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രസംഗപരങ്ങൾ എന്നുണ്ടെങ്കിൽ അതിന് പല സംശയങ്ങളും വരുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനത് നിർവചിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പിന്നീട് നിർവചിക്കാൻ പോവുകയാണ്. അടുത്ത ശുശ്രൂഷാ കൃപാവരങ്ങൾ. ഇതിനകത്ത് 2 തരത്തിലുള്ളതുണ്ട്. ഒരു വാക്കുകൊണ്ടോ ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും എക്സ്പ്രഷൻ കൊണ്ടോ അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. ആർക്ക് മനസ്സിലാക്കാം? ദൈവത്തിന്. എന്നാൽ അതിൽ തന്നെ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുന്നതും ഒരു ശുശ്രൂഷയാണ്. അതിനാണ് ഈ വചന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞത്. പൗലോസ് റോമാലേഖനം 1:6 പറഞ്ഞിരിക്കുന്നത് അവിടെ ഐ ആം ദ മിനിസ്റ്റർ ഓഫ് ഗോസ്പൽ. എൻ്റെ അർത്ഥം തോന്നുന്നു. അടുത്തത് അതിനകത്ത് അപ്പോസ്തലന്മാര് പ്രവാചകന്മാർ അവരെല്ലാം ശുശ്രൂഷിക്കുകയാണ്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സംഭവമെന്റ് വർക്ക് ചെയ്തതാണ്. പക്ഷെ ഞാൻ വലിയ ആളൊന്നും ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷനിൽ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ ബോംബെയിൽ ഞങ്ങൾക്ക് ചീഫ് എഞ്ചിനീയർമാരും വലിയ ടോപ്പ് സയന്റിസ്റ്റ് ഉണ്ട്. ടോപ്പ് സയന്റിസ്റ്റ് വിക്രം സാരാഭായുടെ കാലത്താണ് 78 താഴോട്ട് വരുമ്പം ഇന്ന സയന്റിസ്റ്റ് ഞങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറഞ്ഞത്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫാണ്. ഞാൻ ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ് 18ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്തത്. താഴെ വേറെ ക്ലർക്കുമാരുണ്ട്, അതിൻ്റെ ആണെങ്കിൽ സ്വീപ്പർമാരുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത് ഗവൺമെന്റ് സർവീസ്. എന്താണ് അല്ലേ? ഗവൺമെന്റ് വർക്ക് ആരെങ്കിലും ഗവൺമെന്റ് സർവീസ്. ഇതെല്ലാം ശുശ്രൂഷയാണ്, സേവനമാണ്. അപ്പോൾ ശുശ്രൂഷ കൃപാവരങ്ങളിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ അവര് പ്രസംഗ കൃപാവരങ്ങളിലും വരും. സഹായം ചെയ്യാനുള്ള കൃപാവരം. ഭരണം എന്ന് പറഞ്ഞാൽ പരിപാലനം എന്നുള്ള അർത്ഥം. അതാണ് ചിലപ്പോൾ ഒരാൾക്ക് നമ്പർ കൂടി കിട്ടിയിരിക്കുന്നത്. ഈ ഭരണം പരിപാലനം 2 ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 മുതൽ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അത് തന്നെ. അപ്പൊ ഭരണം, ദാനം ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, പ്രിയ സൗരം പറഞ്ഞതായ ആ കാര്യങ്ങൾ. ദ ഇവാഞ്ചലിസ്റ്റ്, അവിടെ സുവിശേഷം എന്നുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്, പക്ഷെ ഇംഗ്ലീഷ് വരുമ്പം ദ എന്ന് ചേർക്കണം. ദ ഇവാഞ്ചലിസ്റ്റ്, കരുണ കാണിക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ 19 വന്നു നിൽക്കും. 19 ഞാൻ മുമ്പേ പറഞ്ഞതായ ഈ ഒരേ രണ്ട് ഭാഗത്തായിട്ട് പരിപാലനം, ഭരണം എന്നുള്ള 2 ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. ഈ ഭരണം എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒരു ഭരണകർത്താവാണോ, ഞാൻ സീനിയറാണോ, ഞാൻ അങ്ങനെ, അതല്ല ഉദ്ദേശിച്ചത്. അത് ഒരു ശുശ്രൂഷകന്റെ മനോഭാവത്തോടുകൂടി ഭരിക്കണം, പരിപാലിക്കണം, പാസ്റ്ററായിരിക്കണം, അല്ലേ? ശുശ്രൂഷിക്കുക, ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ്. അതാണ് അതിന് ശുശ്രൂഷാ കൃപാവരങ്ങൾ നമ്മൾ പറയുന്നത്. അത്രയും കൃപാവരങ്ങൾ. പിന്നെ വീണ്ടും അതിന് വിഭജനമുണ്ട്, അത് പിന്നീട് പറയാം. വീണ്ടും വിഭജനങ്ങളുണ്ട്. ഈ പറഞ്ഞ 28 ആവർത്തനം വന്നിരിക്കുന്നത് കൊണ്ട് അത് 19 നിലനിൽക്കുന്നു. ഞാനത് അതിലോട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന എക്സസൈസ് നിങ്ങൾ നോക്കിയോളൂ എങ്ങനെയാണ് ആവർത്തനം വന്നിരിക്കുന്നുള്ളത്. അടുത്തത്, ഈ പറഞ്ഞ കാര്യത്തെ ഉപവിഭജനങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോവാം. ഇവിടെ പ്രസംഗിക്കുന്ന കൃപാവനം ഇത് പത്രോസിന്റെ വിഭജനമാണെങ്കിൽ, പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ഫങ്ഷനലി ആ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനോട് വെച്ച് പ്രത്യേകിച്ച് ദൈവവചനം കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ കൂട്ടുകയും ചെയ്തത്, കുറയുകയും ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുമ്പായിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. AD 96 ശേഷം no more revelations, no more inspirations to write down as the word of God. പക്ഷെ ഇന്ന് സാധുക്കളായ ദൈവമക്കൾ, അക്ഷരമറിയാത്തവർ പോലും എങ്ങനെയെങ്കിലും അക്ഷരം കൂട്ടി വായിച്ച് ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ എന്തുണ്ടാവുന്നു? പ്രകാശനം അതിന്മേലെ ഉണ്ടാവുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, അന്ന് ആ AD 96 മുമ്പ് ഉണ്ടായതായ പിന്നെ കൃപാവരങ്ങൾക്ക് അതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് 1 കൊരിന്ത്യർ 12:8 മുതൽ 10 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അടയാള വരങ്ങളാണ്. എന്താണ് അടയാള വരങ്ങൾ? അത് 1 കൊരിന്ത്യർ 14 എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില കൃപാവരങ്ങൾ അടയാളമായിരിക്കുന്നത് ആർക്കാണ്? റോമലേഖനം 12:6 മുതൽ 10 വരെ വായിക്കുമ്പോൾ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അത് വായിക്കുമ്പോൾ അവിടെ സേവനത്തിന് വേണ്ടിയുള്ള കൃപാവരങ്ങളാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അത് AD മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 56 സമയത്താണ്, 57. മറ്റേത് AD 55 അല്ലേ? റോമാലേഖനം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു, കൊരിന്ത്യ ലേഖനത്തിലാണെങ്കിൽ ഈ അടയാള വരങ്ങളെ ദുരുപയോഗപ്പെടുത്തി കൊരിന്ത്യർ അവർ ജാതീയ പശ്ചാത്തലത്തിനെ ആ നിഴലിൽ നടന്ന അവർ ഇത് രണ്ടും കറക്റ്റാണ്, ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അടയാളങ്ങൾ കൂടുതൽ ഊന്നലോടെ കൊടുത്തിരിക്കുന്നത്. റോമാലേഖനം വരുന്ന സമയത്ത് റോമാലേഖനം എഴുതുമ്പോൾ അവിടെ കൂടുതലും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ശുശ്രൂഷാവരങ്ങൾക്കാണ്. കാരണം ഒരു സഭയാണ്. അതുകൊണ്ടാണ് ഫേബയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കെങ്കറേ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ എന്ന് പറഞ്ഞത്. അവിടെ ശുശ്രൂഷയ്ക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. എന്നാൽ താൻ ജയിലിൽ കിടക്കും 62, 63 സമയം എഫേസ്യ സഭയുടെ വിഷയം എന്താണെന്നറിയാമോ? എഫേസ്യ സഭയുടെ പിന്നെ കൊലോസ്യ സഭയുടെ വിഷയം എന്തുവാ? കൊരിന്ത്യ സഭ, തെസ്സലോനിക്ക സഭ തുടങ്ങിയ സഭകൾ ഒരു പ്രാദേശിക സഭയുടെ പരിച്ഛേദനമാണ്, ക്രോസ് സെക്ഷൻ. ഇതിനെ മുറിച്ചാൽ ഇന്നും നമ്മുടെ പ്രാദേശിക സഭകളിൽ എല്ലാ പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തെസ്സലോനിക്ക സഭ പ്രത്യേകിച്ച്, അല്ല കൊരിന്ത്യ സഭയാണ് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ മെയിനായിട്ട്. കാരണം എഫേസ്യ സഭ, കൊലോസ്യ സഭ വരുമ്പം ഒരു സാർവത്രിക സഭയുടെ ചിത്രമാണ് അവിടെ കൊടുക്കുന്നത്. ക്രിസ്തുവും സഭയും അല്ലേ? അന്നല്ല വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴും ക്രിസ്തുവും സഭയും. ശരീരമാകുന്ന സഭയുടെ തല ക്രിസ്തു, എഫേസ്യനും പറയുന്നു. ക്രിസ്തുവാകുന്ന തലയുടെ ശരീരം ആരാണ്?
എഫേസ്യർ 4:11 ഒരു പരിധി വരെ ചില കാര്യങ്ങൾ റോമാലേഖനം 12:28 പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സഭയെ മേയ്ക്കുവാനായിട്ട്, നേതൃത്വം കൊടുക്കുവാനായിട്ട് ഉള്ള കൃപാവരങ്ങളാണ്. അതെന്തൊക്കെയാണ്? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാർ, ഇടയന്മാർ, ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ. പിന്നെ അവർക്ക് വേണ്ട കൃപാവരം എന്താണ്? മുമ്പിൽ നിന്ന് ലിറ്ററലായിട്ട് മുമ്പിൽ മാതൃകയായിട്ട് സഭയ്ക്ക് പത്രോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുള്ളതായ മൂപ്പന്മാരോട് ഒരു സഹമൂപ്പനായ ഞാൻ പറയുന്നത് ആറ്റം കൂട്ടുന്ന മാതൃ ഈ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഈ മാതൃകയായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്നാൽ ഇവനൊരു യോഗ്യനാണെന്നുള്ള അറിയണം. അല്ല വെള്ള പട്ടി എന്താ പറയുന്നത്, പിന്നെ കൊള്ളക്കാരനും, പിന്നെ അനീതിയായിട്ട് പണമുണ്ടാക്കുന്നവരും, കൈക്കൂലി വാങ്ങിക്കുന്നവരും, പിന്നെ വേറെ എന്തോ പറയുക പലതും ഉണ്ട്. അയ്യോ ഒന്നും പറയണ്ട. ദൈവമാക്കുന്നവർ മാത്രമേ ആകാതെ ദൈവമാണ് ആക്കി വെക്കുന്നത്. അവരെ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആത്മീയന്മാരായ ദൈവദാസന്മാരാണ്. അപ്പൊ അങ്ങനെ ഒന്ന് അടയാള ഫലങ്ങള്, രണ്ടാമത് ശുശ്രൂഷ ഫലങ്ങൾ, മൂന്നാമത് സപ്പോർട്ടിങ്, സഭയെ താങ്ങി നടത്തി വളർത്തി ക്രിസ്തു എന്ന തലയോളം എത്തിക്കുന്നതായ അതിൻ്റെ റോള് ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർക്കും പിന്നെ പ്രവാചകന്മാർക്കും അത് കഴിഞ്ഞ ശേഷം ഇവാഞ്ചലിസ്റ്റിനും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ പിന്നീട് അടുത്ത ക്ലാസ് എടുക്കും കൺഫ്യൂഷൻ വരും. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം, മലയാളം എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ആൻഡ് എ. ദ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ, എ ഓർ ആൻ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ. ഇംഗ്ലീഷിൽ എയും ഉണ്ട് ആനുമുണ്ട്. ഗ്രീക്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആനും എയ്ക്കും തത്തുല്യമായ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ഗ്രീക്കിലില്ല. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ദൈവജന ഗ്രീക്ക് ഭാഷയെ തന്നെ വെളിപ്പെടുത്തി എഴുതി തന്നത്. ദ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് വെരി സ്ട്രോങ്. ഒരു വസ്തുവിനെയോ ഒരു പേരിനെയോ ഒരു നാമത്തെയോ വളരെ പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് ദ. ഇപ്പൊ ഉദാഹരണമായിട്ട് ചില നമ്മുടെ മലയാളികൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഐ ആം എ രാജൻ തോമസ്, അവിടെ ഡെഫിനറ്റ് ആയിട്ട് ഐ ആം ദ രാജൻ തോമസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അത് കുറച്ചുകൂടെ ഗ്രാമർ നമ്മുടെ തലയിൽ കയറിയിൽ മനസ്സിലാവത്തുള്ളൂ. ഒരു കാര്യത്തെ ഡെഫിനറ്റ് ആക്കി മാറ്റുന്നത് മാത്രമേ ഗ്രീക്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ടോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ എഫേസ്യർ 4:15 വരുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ദ അപ്പോസ്റ്റൽസ് കേട്ടോ, ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചോണം, ഇന്നലെ ചോദിച്ചില്ല, നമ്മൾ വായിച്ചില്ലേ 1 Corinthians 12:8 പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അപ്പോസ്തലന്മാരോ അല്ല, സ്പെസിഫിക് ആയിട്ടാണ്. രണ്ടാമത്തെ പ്രോഫറ്റ്സ്, എല്ലാവരും പ്രവാചകന്മാരോ? ഒരു സഭയിൽ ധാരാളം ദൈവമക്കളൊന്നും ഉണ്ടായിരുന്നു, അവരെല്ലാവരും പ്രവാചകന്മാരും, എല്ലാവരും പ്രവചിക്കുന്നു. 1 Corinthians 14 വരുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുക. എല്ലാവരും സുവിശേഷന്മാരോ? നമ്മുടെ നാട്ടിൽ പുറത്തൊക്കെ പറയുന്നു വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടാണോ? എല്ലാവരും സുവിശേഷന്മാരോ? അല്ല, ഇവാഞ്ചലിസ്റ്റ്. അത് പറയുമ്പോൾ അടുത്ത എൻ്റെ ക്ലാസ്സിൽ അത് സേവ് ചെയ്യാം. 3 മാത്രമേ പുതിയ നിയമത്തിൽ സുവിശേഷം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ എഫേസ്യർ 4:11 ഇവാഞ്ചലിസ്റ്റ് സ്പെസിഫിക് ആണ്. ചിലരെ, എല്ലാരെയും അല്ല, ചിലരെ മാത്രം. സം എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് 3. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തി വായിച്ച ശേഷം 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ ശേഷം പൗലോസ് സിസേരിയ വന്നു. 50 കിലോമീറ്റർ കിഴക്കുള്ളതായി യെരുശലേമിൽ വന്നിയാണ്. അവിടെ അതിന് മുമ്പ് ഒരു 20-21 വർഷം സുവിശേഷം മാനേജ് ചെയ്തതായ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ഫിലിപ്പോസിനെ കഴിഞ്ഞിരിക്കുന്ന എന്തുവാ, തന്നെ 4 പ്രവചിക്കുന്നതായ പെൺമക്കളോടി ആരെ കണ്ടു? ഫിലിപ്പ് ഇവാഞ്ചലിസ്റ്റ്. എപ്പോഴാ ഫിലിപ്പ് ഇവാഞ്ചലിസ്റ്റ് ആയത് മാറിയത്? തെരഞ്ഞെടുപ്പുണ്ട്. എപ്പോഴത് അറിയപ്പെട്ടത്?
ഈ ഷണ്ണന്റെ കാര്യത്തിലും പിന്നെ ആഫ്രിക്കൻ സുവിശേഷീകരണത്തിന്റെ അടിത്തറയിട്ടതും ഇന്നത്തെ ഗാസ പ്രദേശത്തിന്റെ സുവിശേഷീകരണം തുടങ്ങിയതും അസ്തോദിക്കണമെന്നല്ലേ ഗാസ പറയണം. അവസാനം കൈസരിയിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഫിലിപ്പോസ് കണ്ടപ്പോൾ ഫിലിപ്പോസ് പരിചയപ്പെടുത്തുകയാണ്, ലൂക്കോസ് പറയുകയാണ് ദൈവാഞ്ചലിസ്റ്റ്. എന്തുകൊണ്ടാണ് ദൈവാഞ്ചലിസ്റ്റായിട്ട് മാറിയത്? അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവാഞ്ചലിസ്റ്റിനെ കുറിച്ച് നിർവചനം പറയാം. എന്നാൽ ശ്രദ്ധിക്കണം, 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 7-ഓ 8-ഓ ആണെന്ന് തോന്നുന്നു. നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാം അല്ലേ? സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഇംഗ്ലീഷില്, ഗ്രീക്കിൽ ഇല്ല, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ സ്വല്പം സഭാതത്വശാസ്ത്രം കൂടെ ചേർത്ത് പറഞ്ഞു പോകുന്നു, സമയം പോകുന്നു. പക്ഷേ ഞാൻ പറയാം എന്താണെന്നറിയാമോ? 4:5. അതിന് കാരണം എന്നറിയാമോ? തിമോത്തിയോസേ, നീ അവിടെ ഒരു ഇടയനായ ഉപദേഷ്ടാവാണ്, നീ ഒരു മൂപ്പനാണ്. എഫെസോസ് സഭയിൽ നിനക്ക് ധാരാളം ഉത്തരവാദിത്വങ്ങളുണ്ട്. പാസ്റ്റോർ, ഒരു എൽഡർ ചെയ്തതായ ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമതാണ് ഒരു പേടിത്തൊണ്ടായിരുന്നു, സ്വല്പം ടിമിണ്ടായിരുന്ന ആള്. തീത്തോസാണെങ്കിൽ നേരെ താടാ പൈസ പറയും പറയാണ്, നീ അതെല്ലാം തിരക്കാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ നിന്നെ സുവിശേഷ പേരിൽ നീ പങ്കാളിയായിരുന്നല്ലോ, നീ സുവിശേഷന്റെ പ്രവൃത്തിയും ചെയ്യണം. ദൈവാചരിച്ചന്റെ പ്രവൃത്തി നീയും ചെയ്യണം. അതിന്റെ അർത്ഥം എന്തുവാ? നാം മൂപ്പനാണെങ്കിലും, നാം ഇടയനാണെങ്കിലും, പാസ്റ്റർ ആണെങ്കിലും, യൂത്ത് വർക്കർ ആണെങ്കിലും, ഉപദേഷ്ടാവാണെങ്കിലും, ആരാണെങ്കിലും സുവിശേഷം അറിയിക്കണം. കാരണം സുവിശേഷം ഫിലിപ്പിലേഖനം വായിക്കുമ്പോൾ സുവിശേഷം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഫിലിപ്പി സഭയോട് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? സുവിശേഷീകരണത്തിൽ നിങ്ങൾക്കുള്ളതായ കൂട്ടായ്മ നിമിത്തം. ആരായി നിങ്ങൾ? ആർക്കത് എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയുള്ള വിശുദ്ധന്മാര് മൂപ്പന്മാരോടും ശുശ്രൂഷന്മാരോടും എല്ലാവരുടെയും ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഇതൊരു കോമൺ ദൗത്യമാണ്. അതിൽ തിമോത്തിയോസ് സ്വല്പം റിലാക്സ് ആയപ്പോൾ, സ്വല്പം ഒന്ന് കുറഞ്ഞു കണ്ടപ്പോൾ എഴുതുകയാണ്, നീ അത് ചെയ്യണം. എനിക്ക് റിപ്പോർട്ട് ലഭിക്കും. ഫിലിപ്പോസ് ഈ നാടുകളിൽ സുവിശേഷ കാര്യമാണ് നീ ചെയ്യുന്നത്, കാരണം തിരക്കുകൊണ്ടാണ്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ലാതാണ്. നമ്മൾ ഒരു കാര്യം, ഈ കൃപാവരം എന്നുള്ളത് സഭാതത്വശാസ്ത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടെ പറയുന്നത്. സഭാതത്വശാസ്ത്രം നിങ്ങൾ പ്രത്യേകം പഠിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇനി ബ്രദർ, നിങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഇത് വളരെ സ്പെഷ്യലായിട്ട് വെച്ചാൽ, മുമ്പേ പറഞ്ഞ പോലെ ഈ സ്പെഷ്യാലിറ്റി എടുത്ത് ഞാൻ വലിയവനാണ് എല്ലാത്തിലും വായിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ സമത്വമുള്ളവരാണ്, സഹോദരന്മാരും സഹോദരിമാരും. അതിനോട് ചേർന്ന് പഠിക്കേണ്ട വിഷയമാണ് വിശ്വാസികളുടെ പൗരോഹിത്യം. ഇത് തലയെ കയറ്റി വെക്കാൻ വേണ്ടിയല്ല ഈ ഒരു കാര്യം. ഞാൻ പാസ്റ്ററാണ്, ഞാൻ ടീച്ചറാണ്, ഞാനാണ് ഉപദേഷ്ടാവാണ്, അതിനുവേണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് ശുശ്രൂഷയാണെന്ന്. മറ്റുള്ള ദൈവമക്കളെ എന്ത് ചെയ്യുക? ഒരാദാസൻ ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിക്കും. അങ്ങനെയാണ് ഈ താഴ്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പാട്ട് പോകാന്ന് പറയത്തില്ല. നിന്നോട് ആര് ചോദിച്ചു ഞാനോ ദൈവദാസൻ? അങ്ങനെ പറയോ? ശുശ്രൂഷനാണെങ്കിൽ പറയോ? സേവിക്കപ്പെടുന്നവരോട് സേവിക്കുന്നവൻ ഞാനാണ് വലിയവൻ. ഈ വലിപ്പത്തിന്റെയും മാത്രമല്ല ചെറുപ്പത്തിന്റെയും ഒക്കെ കാര്യം കർത്താവ് വേറെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷത്തില് അവിടെ പറഞ്ഞിട്ടുണ്ട്, സബദി മക്കൾ വന്നിട്ടാണെങ്കിൽ പറയുണ്ടായി, ഞങ്ങളെ എന്ത് ചെയ്യണം? ഇടത്തും വലത്തുമാക്കണം. ദൈവരാജ്യത്തിലെ 1000 ആണ്ട് ഭാഷക്കാലത്ത് ഇടത്തും വലത്തുമാക്കുന്ന കാര്യം ആ അമ്മച്ചിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് അമ്മച്ചി എന്ന് പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞ സ്ഥാപിച്ചെന്നറിയാമോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് ഏറ്റവും വലിയ ആത്മീയ നേതാവ്. കർത്താവ് പഠിപ്പിച്ചതാണ്. ഇനിയും പോട്ടെ. ഇവിടെ 4:11 പറഞ്ഞ ആ ഭാഗം ഞാൻ ഇവിടെ ഡിവിഷൻ അങ്ങ് വിടാം. 4:7 വാക്യങ്ങൾ, 4:7 ഞാൻ പെട്ടെന്ന് വായിക്കാം. എന്നാൽ നിങ്ങളുടെ ബൈബിളിൽ നോക്കണേ. എന്നാൽ കൃപാവരത്തെ കുറിച്ച് വരികയാണ്. കൃപാവരത്തിലേക്ക് ഇങ്ങനെ പ്ലെയിൻ കറങ്ങി വരികയാണ് പൗലോസ്. ശുശ്രൂഷ കൃപാവരത്തെ കുറിച്ച്, നേതൃത്വ കൃപാവരത്തെ കുറിച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുവതാകട്ടെ, താണിട്ടില്ല. അവിടെ പറയുകയാണ്, എന്നാൽ നമ്മൾ ഓരോരുത്തർക്കും ക്രിസ്തു കൃപാദാനമായി അവർ നൽകിയതനുസരിച്ച് ലഭിച്ചിരിക്കുന്നത്. കൃപാദാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃപാവരത്തിന്റെ ഒരു ലിസ്റ്റാണ്.
അതെന്താ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അവിടുന്ന് ആരോഹണം ചെയ്തപ്പോൾ അനേകം ബന്ധനസ്ഥരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യർക്ക് കൃപാവരങ്ങളെ കൊടുത്തു എന്നുള്ള ഒരു വാക്യം ഇവിടെ കോട്ട് ചെയ്ത ശേഷം എന്നിട്ട് എന്നെഴുതിയിരിക്കുന്നത് അതിനാണല്ലോ അവിടുന്ന് ഉയരത്തിൽ കയറി എന്നതുകൊണ്ട് മുമ്പേ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നർത്ഥമാകുന്നില്ലേ. പിന്നെ ഈ ഇറങ്ങിയാൽ സർവ്വപ്രപഞ്ചത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗങ്ങൾക്കും മീതെ കയറിയ വ്യക്തിയാണ്. ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള ഭൂമിയിലേക്ക് നിന്നുള്ള മനുഷ്യാവതാരം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലതിനെ വേറെ രീതിയിലൊക്കെ വായിക്കാൻ നിൽക്കുന്നുണ്ട്. പത്രോസിന്റെ വാക്യമായിട്ടൊക്കെ രേഖപ്പെടുത്തി അല്ല, ഇവിടെ ഇതിന്റെ കോണ്ടെക്സ്റ്റുലായിട്ട് നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും കോണ്ടെക്സ്റ്റുലായിട്ട് വായിക്കാവൂ. ചിലർ പറഞ്ഞിരിക്കുന്നത് പാതാളത്തിൽ പോയി കൊണ്ടുവന്നൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ അതിലും ഇതായിട്ട് ഒന്നുകൂടെ നമുക്ക് ആപ്ലിക്കബിള് പെശായന്റെ ബന്ധത്തെപ്പെട്ട നമ്മളെ എന്ത് ചെയ്തു? സ്വർഗസ്ഥലത്തേക്ക് ഉയർത്തിയെടുക്കാനായിട്ട് കർത്താവ് ചെയ്തു അർത്ഥമാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം 11-12 വരെ വേണം. ക്രിസ്തുവിന്റെ ശരീരത്തെ പടുതുയർത്ത ശുശ്രൂഷയ്ക്കായി വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിന് വേണ്ടി, ഇത് വളരെ ക്ലിയറാണ്, വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിന് വേണ്ടി, ദൈവമക്കളെ പടുതുയർത്തതിന് വേണ്ടി അവിടുന്ന് തന്നെ ചില്ലർ, കേട്ടോ, ചില്ലർ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ടോ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ്. ടോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ചില്ലർ. ചില ഇംഗ്ലീഷ് വേർഷൻസാണ് ഇതാന്ന് ഇട്ടേക്കുന്നത്, ചിലർക്ക് സംബന്ധം എഴുതണം. മലയാളത്തിൽ പുതിയ ട്രാൻസ്ലേഷൻ നല്ലതാണ്. ചിലരെ, എല്ലാരെയും അല്ല, ചിലരെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ ശേഷം ചിലര് പ്രവാചകന്മാരായും, അത് കഴിഞ്ഞ ശേഷം ചിലര് ഉപദേഷ്ടാക്കന്മാർ അല്ല സുവിശേഷന്മാരായും, ചിലരെ ആന്നല്ലേ, അത് കറക്റ്റ് ആന്നല്ലേ. ഇവിടെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ. അതൊന്നുകൂടെ നമ്മൾ നീറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലരെ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരായും, അല്ല ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരായും. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. സ്പെസിഫിക് മിനിസ്ട്രി പൊസിഷൻസ് ആണ്. ലോകത്തിലെ ഒരു സ്ഥാനം പോലെയല്ല, ഒരു ശുശ്രൂഷ സ്ഥാനമല്ല, ഒരു ശുശ്രൂഷ റോള്. പക്ഷെ അത് ലീഡർഷിപ്പ് റോളാണ്. എബ്രായനെ നമ്മൾ വായിക്കുമ്പോൾ 13-ാമത്തെ വായിക്കുമ്പോൾ നമ്മുടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നിങ്ങളെ ഭരിക്കുന്നവരെ കീഴടങ്ങിയിരിക്കും അല്ലേ. കാരണം അവരാരോടാ കണക്ക് ബോധിപ്പിക്കേണ്ടത്? ദൈവത്തോട്. അവര് കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തോട്. അപ്പൊ നമുക്ക് പറയാൻ ശുശ്രൂഷ, ഞാൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിച്ചാൽ മതി, സഭയോട് കണക്ക് ബോധിപ്പിക്കണ്ട. ഒരു കാര്യസ്ഥത്തിന് അങ്ങനെ പറയുന്നതിൽ സൂക്ഷിക്കണം. ആരാണ് സഭയിൽ ഈ ഇത് കൊടുക്കുന്നത്? ഇവിടുത്തെ ക്രിസ്തുവാക്കിയെന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-28 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ആരുടെ പണി? ആരിതാക്കി വെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ബോധ്യമല്ലേ അത്? വേറെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവുടെ ബോധ്യമാണ് ആത്മീയന്മാർ നിറഞ്ഞതായ സഭയുടെയും ബോധ്യം. ആത്മീയ അലത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ജഡിയന്മാരുടെ കാര്യം ഞാൻ പറയുന്നില്ല. അവന്മാർ പൊളിറ്റിക്സ് കളിക്കും. എത്രയ്ക്കാലും കുരുന്ന സഭയിലാണെങ്കിൽ ആത്മീയരുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ജഡിയരും ഉണ്ടായിരുന്നു. അവർ ജഡത്തിന്റെ ഇഷ്ടത്താൽ പ്രവർത്തിക്കുന്ന അനാത്മീയരെ പോലെ പ്രവർത്തിക്കും. ആത്മീയന്മാരോ ആത്മനിറവിൽ വിവേചനത്തോടുകൂടി ഇതിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഒരു സഭയിൽ എവിടൊക്കെ എൽഡേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം പൂർവ്വരക്കാണ് പറഞ്ഞിരിക്കുന്നത്, ബഹുജനത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വൺ മാൻ മിനിസ്ട്രി അല്ല, ഒരാൾ പറയുന്ന പോലല്ല. കൂട്ടുമൂപ്പന്മാരെന്ന ഭാഗം പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾ അഥവാ തെറ്റിക്കഴിഞ്ഞാൽ മറ്റു കൂട്ടുമൂപ്പൻ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. അത് വിവേചിച്ച് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് സമാധാനത്വശാസ്ത്രമാണ്. എങ്കിലും ഞാനിവിടെ പറയുന്നത് ഈ നിലയിൽ ശുശ്രൂഷ അല്ലെങ്കിൽ ലീഡർഷിപ്പ്, നേതൃത്വ ശുശ്രൂഷയെ കുറിച്ചാണ് 4-ാമത്തെ സപ്പോർട്ട്. അത് കറക്റ്റാണ്, ഞാൻ പറയാറുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. 1 കൊരിന്ത്യർ 12:28 അവിടെ പിന്നെ ഉപദേഷ്ടാക്കന്മാർന്ന് മാത്രമേ കാണുന്നുള്ളൂ. 1 കൊരിന്ത്യർ 12:20 ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്. ഒരു സഭയുടെ കാര്യം വരുമ്പം അവിടെ ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ. ഹൈഫണേറ്റ് വേർഡ് ഇംഗ്ലീഷിൽ, പക്ഷേ അത് ഗ്രീക്കിൽ രണ്ടും ചേർത്തെഴുതിയിരിക്കുന്നതാണ്.
ഇതെന്താ കാരണം അറിയാമോ? ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം. അലക്സാണ്ടർ സ്റ്റോട്ടിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ബിബ്ലിക്കൽ മെമ്പർഷിപ്പിനെ കുറിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. നോട്ട് നെസസറിലി ഓൾ ടീച്ചേഴ്സ് ആർ എൽഡേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, ബട്ട് ഓൾ പാസ്റ്റേഴ്സ് ഷുഡ് ബി വാട്ട്? ടീച്ചേഴ്സ്. മനസ്സിലായോ? എല്ലാ ഇടയന്മാരും ആരായിരിക്കണം? ഉപദേഷ്ടന്മാരായിരിക്കണം. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മൂപ്പന്മാരെന്ന് പറഞ്ഞൊരു പദവി നമ്മൾ കളിക്കണം. തെറ്റാണ്, ദുരുപദേശമാണ്. ഒരു ദൈവദാസൻ ഒരു സഭയുടെ മൂപ്പനായിട്ട് ഇരിക്കണമെങ്കിൽ അതിന്റെ യോഗ്യതയിൽ പലരിക്കുന്നത് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഈ പ്രബോധനമൊക്കെ പറയും, അതുപോലെ ഈ അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കുന്നവരായിരിക്കണം. ഞങ്ങളുടെ സഭയിൽ മൂപ്പന്മാരെല്ലാമാണ് മാറി മാറി ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ പറയും, പിന്നെ നിങ്ങളുണ്ടല്ലോ എടുക്കണ്ട, ഞങ്ങൾ എൻകറേജ് ചെയ്തവര്, നിങ്ങൾ ക്ലാസ് എടുക്കണം. അവർ നേരത്തേക്ക് എടുക്കുമായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ, എല്ലാ ഉപദേഷ്ടാക്കന്മാരും ഉദാഹരണമായിട്ട് ഞാനൊരു ഉപദേഷ്ടാവാണ്. ഞാൻ സുവിശേഷം അറിയിക്കുകയും ഉപദേഷ്ടാക്കളുടെയാണ്. ഞാൻ അസംബ്ലിയുടെ ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. ഇതുവരെയും അസംബ്ലിയുടെ ആ ഒരു മൂപ്പൻ എന്നുള്ള ആ ഒരു ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. പലരും പറയും, പ്രഥമേ അതെന്റെ ശുശ്രൂഷയല്ല. മനസ്സിലായല്ലോ? അതിന്റെ സുവിശേഷന്മാരുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. Not necessarily all evangelists are elders, but every elder must be doing the work of an evangelist. ഒരു സഭയെ സ്ഥാപിച്ച് 1.5 വർഷം കുരിന്തിൽ പൗലോസ് എന്താ ചെയ്തത്? 1.5 വർഷം സഭയുടെ മൂപ്പനായിട്ട് വരുന്നു. മിഷണറി യാത്ര കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ഓരോ സ്ഥലത്തും മൂപ്പന്മാരെ ഇൻക്രീസ് കൊടുത്തു. ദൈവകൃപയുള്ളവരെ മാത്രം പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തവരെ തിരിച്ചറിഞ്ഞ് ആ കാര്യം സഭയ്ക്ക് ഇൻക്രീസ് കൊടുത്തു. അതാണ് സഭയെ മൂപ്പന്മാരെ ആക്കി വെക്കുക എന്നുള്ള ആശയം. നാളെ ഒരു സുവിശേഷം വന്ന ശേഷം ഞങ്ങളുടെ സഭയോട് പറയും, ഇന്ന് മുതൽ ഞാൻ അവിടെ നിന്ന് മൂപ്പൻ അംഗീകരിക്കും. കാരണം അദ്ദേഹം സ്ഥാപിച്ച ആളല്ല. അദ്ദേഹം വന്നു, സന്തോഷം, കൂട്ടായ്മ ആചരിച്ചോളൂ, ഒരു കുഴപ്പമില്ല, സന്തോഷം. ഈ സഭയിൽ നിന്നുകൊണ്ട് സുവിശേഷം അത് ചെയ്യണം. പക്ഷെ അദ്ദേഹം അവിടുത്തെ മൂപ്പനാവത്തില്ല. ഫിലിപ്പോസ് ചെയ്തതുപോലെ 20-22 വർഷക്കാലം യാത്ര ചെയ്ത് ശമരിയയിലും വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അധ്വാനിച്ചിട്ട് പിന്നറിയപ്പെട്ട ശമരിയിലെ സഭകളെന്ന പൗലോസ് സ്ഥാപിച്ചതിന് തത്തുല്യമായ രീതി അത്രയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ച ഫിലിപ്പോസാണ്. ഫിലിപ്പ് ദൈവാനി. അവസാന കൈസരിയിൽ വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അവിടെ പ്രായം കൊണ്ടും ഇതുകൊണ്ടും അവിടെ നിന്നുകൊണ്ട് ഒരു കുടുംബത്തോട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ സഭയിലെ ഒരു എൽഡറും ആയിരിക്കും. ഫിലിപ്പിലേഖനം 1:1 പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. എങ്ങനെയാണ് ഒരു ആട്ടിനെയും കുഞ്ഞാടുപോലെ എപ്പോഴും ഉള്ളതുപോലെ ഒരു മൂപ്പൻ അല്ലെങ്കിൽ പാസ്റ്റർ എപ്പോഴും സഭയുടെ കൂടെ ആയിരിക്കണം. അപ്പൊ ഏതായാലും ഈ ഒരു ഡിവിഷൻസ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തി 2:42 പറഞ്ഞ പോലെ 4 കൂട്ടം ഫംഗ്ഷൻ സഭയിൽ നടക്കണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അല്ലേ? അപ്പൊ ഉപദേശം പഠിപ്പിക്കുന്നവരാരാണ്? അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിക്കുന്നവരാണ്. ഉപദേഷ്ടാക്കന്മാർ എന്തെങ്കിലും എന്ന് പറഞ്ഞു കൊണ്ട് ധ്യാനിച്ചു പോകില്ല. വാചകമടി കൊണ്ടും സംസാരം കൊണ്ടും. ഇപ്പൊ നമ്മുടെ നമുക്ക് പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചിങ് കേൾക്കുമ്പോഴും പ്രസംഗം ഇങ്ങനെ നല്ല വാക്ചാതുര്യത്തിൽ സംസാരിച്ച് അതിന് ചടുലതയും അതിൻ്റെ ഋതം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തവും എല്ലാം കൂടെ ചേർത്ത് ടക്കട്ട ഓപ്പണേർ പ്രസംഗിക്കുന്നത് അല്ല. സഭകളിൽ വേണ്ടത് ടീച്ചിങ് ആണ്. പ്രസംഗം പ്രബോധനമായിട്ട് കൊടുക്കും, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊന്ന് ടീച്ചിങ് ആണ്, അപ്പോസ്തലിക ഉപദേശം. ഒരു സഭയിൽ ഉപദേശം പഠിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ് വേണം, അല്ലെങ്കിൽ സഭ നശിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ യങ് തലമുറയ്ക്കൊന്നും ഉപദേശം അറിയാത്തത്. അതുകൊണ്ടാണ് മൂപ്പന്മാർ വേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ളവർ വേണ്ടത്. ഇവരൊക്കെ ഒരു ന്യൂസൻസ് എന്താ പറയുന്നത്, പ്രിയതാക്കളാണ്. കാരണം അതൊന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ ശൗലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 13:1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഉപദേഷ്ടാക്കന്മാരും ആയ ശൗലും ബർന്നബാസും. പിന്നെ ഞാൻ 1 കൊരിന്ത്യർ 12:28-40 പറയുന്നുണ്ടായി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊടുക്കുന്ന കൃപാവരപ്രാപ്തന്മാരായ സഹോദരന്മാരാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭയ്ക്ക് കൊടുക്കുന്നതായ ദാനങ്ങളാണ്
ഒരു ഒരു ഉപദേഷ്ടാവും ഒരു സുശേഷനും ഒരു പാസ്റ്റർ ടീച്ചറും. അത് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിച്ചില്ല. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ദാനങ്ങളെ കൊടുത്തു എന്നൊരു വാക്കല്ലേ പറഞ്ഞിരിക്കുന്നത്, ദാനങ്ങളെ കൊടുത്തത്. ഇത് നമുക്കറിയാം, പൗലോസിൻ്റെയൊക്കെ റൈറ്റിങ്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ നോൺ ടു അൺനോൺ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അവർക്ക് സാധാരണ അറിവുള്ള ഒരു കാര്യത്തിൽ നിന്നും മറ്റ് ഒരു സ്വർഗീയ സത്യത്തെ വിശദീകരിച്ചു കൊടുക്കുന്നതായ മെത്തേഡ്, ശൈലി, പല ശൈലിയുണ്ട്. ഉദാഹരണമായിട്ട് ദ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ? അവൻ എവിടുന്നാണ് ഈ ഭാഷ പരോസനം? അതിൽ ഒത്തിരി ഉദാഹരണമുണ്ട്. പോളൈൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ പഠിക്കുന്നത് എരുശലേം ദേവാലയത്തിൽ പണിതപ്പോൾ ദേവതാവ് പണിതപ്പോഴാണെങ്കിൽ അവിടെ ഒരു ജാതികൾ വന്ന് നിൽക്കത്തക്ക ഒരു പ്രാകാരം ഉണ്ടാക്കി. ജാതികൾ, സ്ത്രീകൾ, ശലോമോന ദേവാലയത്തിൽ ഇതെല്ലാവരും യഹൂദന്മാരെ പ്രകടിപ്പിക്കാൻ ചെയ്തു. എന്നിട്ട് അവിടെ ഈ ജാതികളുടെ പ്രാകാരം കഴിയുമ്പോൾ ഒരു വലിയൊരു ചുവരുണ്ട്, ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ എവിടെ ചോദിച്ചു, ദിസ് പോയിന്റ് ഓൺവേഴ്സ് നോ ജെൻഡൈൽ ടു എൻ്റർ. യഥാർത്ഥ പ്രാകാരത്തിലേക്ക് ഒറ്റ ജാതിയൻ കടക്കരുത്. അന്ന് റോമാക്കാരുണ്ടായിരുന്നു, അവരെ ഉദ്ദേശിച്ചത്. അത് അരാമിക്കലും മാത്രമല്ല ഗ്രീക്കിലും എഴുതി വെച്ചു. വേർപാടിൻ്റെ നടിച്ചുവർ. അതിനെങ്ങനെയാണ് പൗലോസ് കൊണ്ടുവന്ന എഫേസ്യർ 2 നടിച്ചുവർ? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ജാതികളും അല്ലെങ്കിൽ യഹൂദനും ജാതികളുള്ള നടിച്ചുവർ കർത്താവ് മാറ്റിയത്. ഇതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാർ അന്ന് യുദ്ധത്തിന് പോകുന്ന സമയത്ത്, ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു കമാൻഡർ ചീഫോ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, പടയണിക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ ധാരാളം പട്ടാളക്കാരുണ്ട്, സോൾജേഴ്സുണ്ട്, സൈന്യമുണ്ട്. ഒരു ടീം വർക്കായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അന്ന് അവർക്ക് പല മെത്തേഡ് ഓഫ് വാർഫെയർ ഉണ്ടായിരുന്നു. അവർ പോയ ശേഷം അവരുടെ ശത്രുക്കളെ കൊള്ളയിടും. ശത്രുക്കളെ ആണെങ്കിൽ അവിടെ പരാജയപ്പെടുത്തിയ ശേഷം അവരുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം ലൂട്ട് ചെയ്യും, കൊള്ളയും. പറഞ്ഞാണ് ലൂട്ട് ഇട്ട ശേഷം വിജയശ്രീലാളിതനായിട്ട് രാജാവും പടയാളും കൂടെ സ്വന്തം ദേശത്തേക്ക് കടന്നു വരുമ്പോൾ, ഒരു സ്ഥലത്ത് തൻ്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ, എന്നാൽ നിങ്ങളങ്ങ് പോയത് സന്തോഷം. അവർക്ക് ആർക്കും കൂട്ടായ്മ കൊടുക്കത്തില്ല. ചിലരുണ്ടല്ലോ അങ്ങനെ സന്തോഷം കെട്ടിപ്പിടിച്ചുമ്പോൾ കൂട്ടായ്മ കൊടുക്കത്തില്ല ദൈവദാസന്മാർക്ക്. അല്ല, ഇതെന്താ അവർ ലൂട്ട് ചെയ്തോ കൊള്ളയിട്ടോ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വീതിച്ച് ഇവർക്കെല്ലാം കൊടുക്കും. ആ പശ്ചാത്തലത്തിലാണ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ പറയുന്നത് 4:11 ആ അവസാനം. എന്നിട്ട് മനുഷ്യർക്ക് കൊടുത്തു എന്നുള്ള വാക്ക് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഡാമോയി എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് കർത്താവ് തമ്പുരാൻ സ്വർഗായ കർത്താവ് തമ്പുരാൻ സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആരുടെ സാമ്രാജ്യത്തിലേക്ക് വന്നത്? സാത്താന്റെ, പിശാചിന്റെ സാമ്രാജ്യത്തിലേക്ക്. അവൻ നിന്റെ തല തകർക്കുന്ന പ്രവചനപ്രകാരം കാൽവരി ക്രൂശിലുണ്ടല്ലോ, ഇവനെ എന്ത് ചെയ്തു? ഇവൻ തകർത്തു. ഇന്ന് പത്രോസ് പറഞ്ഞ ഇവൻ 6 കൂട്ടുള്ള ആളാണ്. സിംഹമല്ല, സിംഹത്തെ പോലുള്ള സിംഹമല്ല, പരാജയപ്പെട്ട സിംഹമാണ്. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ കാണാം അതിന്റെ ലീഗലായിട്ട് എങ്ങനെയാണ് ഭൂമിയെയും ഇതിനെല്ലാം വീണ്ടെടുക്കുന്നത്. വീണ്ടെടുപ്പ് ഓൾറെഡി സാധിച്ചു. അതിന്റെ പ്രായോഗിക നടം വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ സഭയെ, അവന്റെ പ്രജകളായിരുന്ന സഭയെ അമ്പലത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നത്, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നത്, ഏറ്റവും മതവുമായിട്ട് സാത്താന്റെ ആ പള്ളിക്കാർ, സാത്താന്റെ സ്വന്തമായിരുന്നതായ ആ ക്യാപ്റ്റീവ്സ്, അവരെ എന്നറിയാമോ വിടുവിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നൽകി കൊലോസ്യത്തിൽ പ്രചരിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരുടെ സ്വർഗത്തിന് ഉള്ളവരാണ്. മൂന്നത്തെ ഗുരുത്തോട് ചിന്തിപ്പിക്കും. ദൈവം മക്കളാക്കി തീർത്തുന്നത്. അത് ചെയ്ത ശേഷം, വിജയശ്രീ ചെയ്ത ശേഷം, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പ്രഖ്യാപിച്ച കർത്താവിൻ്റെ സഭയിലാണെങ്കിൽ സമ്മാനങ്ങൾ ദാനമായിട്ട് കൊടുത്തു, ദാനങ്ങൾ കൊടുത്തു. ആ ദാനങ്ങളിൽ 4 ശുശ്രൂഷ കൃപാവരത്തെ ദാനങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുകയാണ്. കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അത് നിർവഹിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലർ 20:22 ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ ഓവർസിയേഴ്സ് ആക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ദിസ് ഇസ് എ ഡിവൈൻ ഇംപ്ലിമെന്റേഷൻ, ദാനം. അതുകൊണ്ട് എഫേസ്യന്റെ 4:11 പഠിക്കുമ്പോൾ അത് ദിവ്യ ദാനങ്ങളാണ്, നമ്മൾ പൊങ്ങരുത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഏറ്റവും ദുഷിച്ചാലും ദുഷിപ്പിക്കപ്പെട്ടാലും പൗലോസ് ചെയ്തതുപോലെ ഒരു ദാസനായിട്ട്
ശുശ്രൂഷ ചെയ്യണം. യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ദാസനാണ്, ഒരു ശുശ്രൂഷ. അതാണ് കർത്താവ് പഠിപ്പിച്ചത് സകല മക്കളോട് മറ്റു ശിഷ്യന്മാരോട്. ആരാണ് വലിയവെന്നുള്ള ചോദ്യത്തിന് പോട്ടെ. അപ്പോൾ ഇതെല്ലാം ടീച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടീച്ചർ അത് ദൈവസഭയ്ക്കുള്ള ഒരു ദാനമാണ്. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണ്. ഇതിന് ദൈവനം പഠിക്കണം, വായിക്കണം. ദൈവം പറഞ്ഞ ഷുഡ് ബി ഒബ്സർവ്, യു ഷുഡ് ബി ഇന്റർപ്രറ്റഡ്, യു ഷുഡ് ബി അപ്ലൈ. നിരീക്ഷണം ചെയ്യുന്നത് വായനയിൽ കൂടെ വായിക്കണം. ആത്മാവ് സംസാരിക്കും, അതിൽ കൂടെ നിങ്ങൾക്ക് പ്രബോധിപ്പിക്കാം. എന്നാൽ നിങ്ങളത് പഠിക്കണം, വ്യാഖ്യാനിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വ്യാഖ്യാന പുസ്തകങ്ങൾ വായിക്കണം. ഒരു ബൈബിൾ സ്കൂളിലെ ഡിഗ്രി ഉള്ളതുകൊണ്ട് പഠിത്തം നിൽക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. അനേക ദൈവദാസന്മാർ ബൈബിൾ സ്കൂളിൽ നിന്ന് ബോധവരാണ് നല്ല ഉപദേഷ്ടാക്കന്മാരായിട്ട് ഇരിക്കുന്നത്. കാരണം എന്താ? കൃപാവരെ പ്രാർത്ഥിക്കും. അവരെന്താണ് ചെയ്തത്? ഞാൻ കെ ജി കുഞ്ഞപ്പറ്റ എൻ്റെ ലൈബ്രറി വിസിറ്റുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. എന്നാൽ ഇതുപോലൊരു പകുതി ഹോള് നിറച്ച പുസ്തകങ്ങളാണ്. അന്ന് ഈ IT ഇല്ല, ഓൺലൈനും ഇല്ല, ഒന്നുമില്ല. അന്നത്തെ കാലത്ത് ലോകത്തുള്ള സകല വ്യാഖ്യാന പുസ്തകങ്ങളും നമ്മളുടെ ലൈബ്രറിയിലുണ്ട്. അതാണ് ജോൺ കന്നൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അതൊരു കൃപാവരമാണ്. എല്ലാവരും ആ നിലയുള്ളതായ കഴിവ് ദൈവം കൊടുത്തിട്ട് കാണത്തില്ല. ഈവൻ സെക്യുലർ വിദ്യാഭ്യാസം പോലും അതിനുവേണ്ടി സഹായിക്കും. പൗലോസിന്റെ സെക്യുലർ വിദ്യാഭ്യാസം അനേക കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ചു. അതല്ല താൻ പഠിപ്പിച്ചത്. അതിന് വിപരീതമായിട്ടാണ് പലതും പഠിപ്പിച്ചത്. പോട്ടെ. അടുത്തത് ഗിഫ്റ്റ് ഓഫ് അടുത്തത് എന്തുവാ എഴുതിക്കുന്ന പത്രേ? ഭരണം അല്ലെങ്കിൽ പരിപാലനം. റോമർ 12:8 28 ഇത് പറഞ്ഞിരിക്കുന്നത്. രണ്ടിടത്തും 2 ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പ്രോയിസ്റ്റമി എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. പ്രോയിസ്റ്റമി എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. ഈ പ്രോയിസ്റ്റമി ഉള്ള വാക്കിന്റെ അർത്ഥം പത്രോസ് പറഞ്ഞ പോലെ മാതൃകയായിട്ട് മുമ്പ് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. 12:28 പ്രോയിസ്റ്റമി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ 1 Corinthians 12:28 കുബർയസിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലീഡ് ചെയ്യുക, അവനെ നയിക്കുക. ഇത്രയേ ഉള്ളൂ. ദൈവസഭയുടെ ഉപമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമാനമാണ് ആടുകളും ഇടയന്മാരും. ഈ ഇടയൻ ചെയ്യുന്ന 2 ദൗത്യങ്ങളാണ് സഭയ്ക്ക് പരമം ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് എബ്രായർ നിങ്ങളെ ഭരിക്കുന്നവരെ എന്നുള്ള വാക്ക്. അത് കമ്പനിയിലെ 500 പേരെ ഭരിച്ചു, 600 പേരെ ഭരിച്ചു കേട്ടോ. ആർമിയിൽ ക്യാപ്റ്റനായിട്ടുകൊണ്ട് 10 പേരെ ഭരിച്ചു, പിന്നെ ഡയറക്ടറായിട്ടുകൊണ്ട് ഭരിച്ചു, AE ആയിട്ട് ഭരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. എവിടെയെങ്കിലും മധ്യപൂർവ്വ പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ആണല്ലോ കൂടുതൽ. പ്രത്യേകിച്ച് യഹൂദിയ മരുഭൂമിയിലെ പശ്ചാത്തലമാണ് പൗലോസിന്റെ ചിന്തയിലേക്ക് പ്രമേയമായിട്ട് വരുന്നത്. അവിടെ നോക്കുമ്പോൾ ഈ ആടുകളെയും കൊണ്ട് ഈ ഇടയന്മാരിങ്ങനെ സഞ്ചരിക്കും. ഇവർ മുമ്പിലാണ്. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾക്ക് എൻ്റെ ശബ്ദം തിരിച്ചറിയാം. ആടുകൾക്ക് ആ ഇടയന്റെ ശബ്ദം തിരിച്ചറിയാം. ഈ ഇടയന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. എങ്ങനെയുള്ള വടിയാണ്? ചൂലുവടിയാണ്. പിന്നെ ഒരു വളഞ്ഞ വടി. അത് ഇന്നും നമ്മൾ സൗദി അറേബ്യയുടെ ബദൂബിയൻ സംസ്കാരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവരാണ് ഇങ്ങനെ ആടുകയും ചുറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഇരിക്കുന്ന ഈ കമ്പ്, ഈ വളഞ്ഞ കമ്പാണ്. പിടിയുണ്ട്, പിന്നെ താഴെ സ്ട്രൈറ്റ്. ഇടയന്മാർ ഇതെന്നറിയാമോ? ഒന്ന് പരിപാലിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫീഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. 1 Corinthians 12:28 പറഞ്ഞിരിക്കുകയാണ്, മേയ്ക്കുന്നതാണ്. മേയ്ക്കുന്നത് 2 കാര്യം അടങ്ങിയിട്ടുണ്ട്. ഈ ആളുകളെയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് മരക്കൊമ്പുകളൊക്കെ വലുതായിരുന്നേക്കാം. അത് ഭൂമിയിലെ ഒരു പ്രത്യേക മരമുണ്ട്. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രാസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഉയർന്ന കൊമ്പുകൾ വരുമ്പം ഈ മടിയുടെ താഴത്തെ അറ്റത്ത് പിടിച്ച് മേലോട്ട് ഇട്ടിട്ട് ആ ഉയർന്ന കൊമ്പുകളുടെ താഴോട്ടം കൊണ്ട് എന്ത് ചെയ്യും? കൊടുത്ത് ഈ കുഞ്ഞാളുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ കഴിക്കും. ഫീഡിങ്, പരിപാലിക്കുക, മേയ്ക്കുക. അപ്പോസ്തലൻ പറഞ്ഞ 28 വായിക്കുമ്പോൾ നിങ്ങൾ വരെ മേയ്ക്കുവീൻ എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ്, കൊടിയ ചെന്നായ്ക്കൾ വരാതെ സൂക്ഷിക്കുവീൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദുരുപദേശന്മാരെ. അപ്പോൾ ഇടയന്റെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത്, ചെന്നായ്ക്കളോ വന്യമൃഗങ്ങളോ വന്നാൽ ഹിന്ദി നമ്മൾ ബോംബെ പറയുന്നത് അറിയാമോ? പപ്പരൊക്കെ പഠിക്കുമ്പോൾ ഹിന്ദിയിൽ ഇതിന്റെ ആ വളഞ്ഞ വശം അങ്ങോട്ട് പിടിച്ചോണ്ട് താപ്പാതെ 2 അടി കൊടുത്ത് ഓടിച്ചു കൊടുക്കും. ഇടയൻ സംരക്ഷിക്കണം. ഫീഡിങ് ആൻഡ് പ്രൊട്ടക്റ്റ്.
അപ്പോൾ അവർക്ക് വേണ്ട കൃപാവരം അങ്ങനെ മൂപ്പന്മാർക്കും ഇടയന്മാർക്കും സുവിശേഷന്മാർക്കും ദൈവം അവരൊരു മൂപ്പനായിട്ടിരിക്കുമ്പോൾ, സുവിശേഷന്മാർ തന്നെ മൂപ്പനായിട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണമാണ് എന്താ? അവർക്ക് വേണ്ട കൃപാവരമാണ് എന്ത്? ഭരിക്കുക, പരിപാലിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആയിരിക്കണം. ഇത് പിന്നെ ഇതിനൊക്കെ ധാരാളം പശ്ചാത്തലം എന്ന് പറയാൻ മനസ്സിലാവത്തുള്ളൂ. നമ്മളതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. ഇവിടെയാണ് പ്രിയ സഹോദരൻ ചോദിച്ചതായ ചോദ്യം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ള വാക്ക്. ശുശ്രൂഷിക്കുക എന്നുള്ള വാക്ക് നിങ്ങളുടെ നോട്ട്സിലുണ്ട്, എന്നാലും വായിക്കും. ഡൈക്കോണിയ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, ഡൈക്കോണിയ, അതിൽ നിന്നാണ് ഡീക്കൻസ് എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഡൈക്കണോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഡീക്കൻ എന്നുള്ള വാക്ക് വന്നത്, ശുശ്രൂഷക്കാരൻ. ഇതിൽ നിന്നുമാണ് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ സഭയുടെ ഭൗതികവുമായ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഫിസിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി അന്നവിടെ പരാതി ഉണ്ടായപ്പോൾ 7 പേരെ തിരഞ്ഞെടുത്തത്. ആരൊക്കെയാണെന്നറിയാമല്ലോ? ആരൊക്കെയായിരുന്നു? പേരുണ്ട്. അതിൽ ഫിലിപ്പോസ് അവിടെ ഒരു ഡീക്കനായിട്ടാണ് ശുശ്രൂഷ തുടങ്ങിയത്. ഒരു ശുശ്രൂഷക്കാരൻ തന്നെ പാത്രം കഴുകുക, വിളമ്പുക, ഇത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതിനും ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആത്മാന്ന് ഉറവ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ നിന്നാണത് വന്നിരിക്കുന്നത്. മാത്രമല്ല പിന്നീട് നമുക്കറിയാം, ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിട്ട് മാറി, ദൈവാദിഷ്ടായിട്ട് മാറി. ശുശ്രൂഷയുടെ എല്ലാം ആരംഭമാണ് ഈ ഇന്ന് നമ്മുടെ ആത്മീയമായ ശുശ്രൂഷയുടെ എല്ലാ ആരംഭത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭൗതികമായ കാര്യത്തിലുള്ളതായ ശുശ്രൂഷകൾ. അതുപോലെ നമ്മുടെ സ്തേഫാനോസ് ഉണ്ടായിരുന്നു, ആ ലിസ്റ്റിലുണ്ട്. താൻ തൻ്റെ മാർത്തിയിടം കൊണ്ട് താൻ അവിടെ സ്റ്റേഷനായിട്ട് മാറി. നിക്കോലിയാസ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് നിക്കോലിയ മതക്കാരൻ്റെ സ്ഥാപിച്ചത്. ദുരുപദേശനായി പോയി. ഈ 4 യൂദ തെറ്റിപ്പോയി, പിന്നെ നീക്കന്മാരില്ല. അതേമാണ് നിക്കോലിയ മതം സ്ഥാപിച്ചത്. പിന്നെ അതിനകത്ത് വേറെ പലരും ഉണ്ട്. ഞാനത് പഠനം നടത്തിയപ്പോൾ പല ശ്രേഷ്ഠ ശുശ്രൂഷകൾ അവർ ചെയ്തു. പാസ്റ്റർ ടീച്ചർമാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും അവർ മാറി. ഏതായാലും ആ വാക്കിൽ നടന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റോമാലേഖനം 12:7 ആന്റിലെംസിസ് എന്ന് പറയും, ആശ്വസിപ്പിക്കുക, ശുശ്രൂഷിച്ച് ആശ്വസിപ്പിക്കുക എന്നുള്ള അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷാവരം. ഈ ശുശ്രൂഷാവരമില്ലാത്ത ശുശ്രൂഷ ശാന്തിയിരിക്കും ബ്രദറെ. നിങ്ങളെല്ലാം അറിയാം, സഭകളിലല്ലേ ഇങ്ങനൊരു വിളിയും ഒരു ശുശ്രൂഷ വരമില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം ലഭിക്കും. ഇങ്ങനെ മുറുമുറുത്തോണ്ടിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ, അവനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അവനെന്താ അങ്ങനെ നിൽക്കുന്നത്, പന്തലിൻ്റെ പണി തീർന്നില്ല, അവനോട് നിൽക്കുക, അവൻ പുട്ടടിക്കാൻ പോയിരിക്കുക, ഇങ്ങനെ എന്ത് ചെയ്യും? പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഉപന്മാരോ സുവിശേഷനോ പറഞ്ഞ സഹോദരൻ ഇതൊന്ന് സഹായിക്കും, എന്നെ കൊണ്ട് മാത്രം ഒക്കത്തില്ല, എല്ലാവരും അവിടെ നിൽക്കുകയാണ്, കഴിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക, ഈ പിറുപിറുത്തോണ്ടിരിക്കും. അതൊരു ശുശ്രൂഷയായിട്ട്, ഒരു ശുശ്രൂഷയായിട്ട് എടുത്തിട്ട് മിനിസ്ട്രി ചെയ്യണം, ശുശ്രൂഷിക്കണം. ഒരു ഉദാഹരണം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് റോമാലേഖനം 16:1 പൗലോസ് റോമാക്കാർക്കാണെങ്കിൽ കെങ്ക്രസഭയിലെ ശുശ്രൂഷക്കാര്യത്തെ എന്ത് ചെയ്യുന്നു? പരിചയപ്പെടുത്തുന്നു. ശുശ്രൂഷക്കാരത്തിയായ 1 ഒരു ശുശ്രൂഷക്കാരത്തി. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞാൽ ലിദിയ. അതെവിടെയായിരുന്നു? യൂറോപ്പിലായിരുന്നു, ഫിലിപ്പിയൻ. ഒന്ന് ഗ്രീസിലെ, ഒന്ന് യൂറോപ്പിൽ. മൂന്നാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്കില്ല. ഇവരുടെയൊക്കെ വേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അപ്പല്ലോസ് വന്നിട്ട് വാചാരമായിട്ട് പ്രസംഗിമാരെ ശുശ്രൂഷിക്കണം. ഉപദേശം കാണത്തില്ല കേട്ടോ, എല്ലാം തെറ്റിച്ച് പ്രസംഗിക്കും. പക്ഷേ വാചാരത കൊണ്ട്, വാക്കിന്റെ സ്വാധീനത കൊണ്ട് നിലനിർന്നു പോകുന്നു. ശ്രദ്ധിച്ചോണം, ഒരുവൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ആദ്യം വരുന്നത്. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഫേബയുടെ ജോലി വായിച്ചതാണ്. ഈ റോമൻ സിറ്റിസൺസ്, റോമൻ പൗരന്മാർ ഒരു സ്ഥലത്തു നിന്നും പടയാളിലൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പം, നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പം അവിടെ ഇമിഗ്രേഷൻ ഉണ്ടല്ലോ, ഇമിഗ്രേഷൻ നമ്മളവിടെ ചെല്ലുന്നു. പക്ഷെ അന്ന് ഈ റോമാ ഗവൺമെൻറ് ആയതുകൊണ്ട് ആരെങ്കിലും ഒരു കോളനിയിൽ നിന്നും, ഒരു പ്രൊവിൻസിൽ നിന്നും, ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇത് അവരെ അറിയിക്കുമ്പോൾ
അവരെ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയി അവർക്ക് താൽക്കാലികമായ അക്കോമഡേഷൻ കൊടുത്ത് അവരവിടെ ജോലി ചെയ്യത്തക്ക രീതിയിൽ കാര്യങ്ങളെ സംഘടിപ്പിക്കുന്ന ജോലിയായിരുന്നു ഈ ഫീബയുടെ ജോലി. അതാ 16 പഠിക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പൗലോസ് കെങ്കരയിൽ ചെന്നപ്പം റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് അവൾ എനിക്കും പല സഹായങ്ങൾ നൽകിയിരിക്കുന്നു പൗലോസ് പറഞ്ഞത്. എന്നാൽ അത് ഏതെങ്കിലും ആത്മീയമായ ഒരു പ്രസംഗമോ ഒരു പ്രബോധനമോ അല്ലെങ്കിൽ ഒരു പ്രബോധനമോ ആയിരുന്നു, പ്രായോഗികമായ സഹായങ്ങൾ. അപ്പോൾ നമ്മളത് പൗലോസിനോട് ചെയ്തപ്പോൾ എന്നറിയാമോ? അതുകൊണ്ടാണ് നമ്മുടെ ഈ ജന്മസിദ്ധമായ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ജന്മസിദ്ധമായുള്ള കഴിവിന്മേൽ നമ്മൾ അതിനെ വികസിപ്പിച്ചെടുത്തതായ ആ കഴിവുകളും നമുക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം. ഈ ഗൾഫിലേക്കാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സഭകൾ അങ്ങോട്ട് ആക്റ്റീവായിട്ട് വന്നപ്പം ഈ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ധാരാളം ആദ്യമായിട്ട് സൗകര്യന്മാർ വന്നു. അക്കോമഡേഷൻ ഇല്ല, നല്ല അക്കോമഡേഷനിൽ ഒന്നുമില്ല. പലപ്പോഴും സഭയിലെ ചില പ്രബോധന പുത്രന്മാരുണ്ട്, ചില സഹായിക്കുന്നവരുണ്ട്. അതങ്ങോട്ട് ഏറ്റെടുത്ത് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിച്ച് അവർക്ക് വീടൊക്കെ എടുത്ത് കൊടുത്ത് കമ്പനിയെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് കർത്താവ് പ്രതിഫലം കൊടുക്കും. ആ സൗകര്യം പ്രസംഗിക്കുന്നവരല്ല, ഉപദേഷ്ടാവുമല്ലായിരിക്കും, മൂപ്പനുമല്ല, സഹായിക്കുന്ന കർത്താവ്. പ്രസില്ല അപ്പൊല്ലോസ് ഒന്ന് വാചാനമായിട്ട് പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പല കാര്യങ്ങളും തെറ്റിപ്പോയി. ഫിലോസഫിയുടെ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ഫിലോടെ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ സമകാലീനാണ്, യേശുക്രിസ്തു സമകാലീനാണ്, അലക്സാണ്ട്രിയയിലെ ഫിലോ. അക്വിലായെ പ്രസിഡന്റായി കേട്ടപ്പം എഫെസോസിൽ വെച്ചാൽ ഇതത്ര ശരിയല്ല, ഇറ്റ്സ് നോട്ട് സൗണ്ട് ഡോക്ട്രിൻ. വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? അധികം. ഞാൻ ചോദിക്കട്ടെ, ആരാണ് അവിടെ പഠിപ്പിച്ചത്? അക്വില ടോട്ട്, പ്രസില്ല സെർവ്. അക്വില പഠിപ്പിച്ചു, പ്രസില്ല എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. ഒരാൾ വീട്ടിൽ വന്നാലേ സൗകര്യം വെറുതെ ഇരുന്നാൽ നോക്കൂ. കെ വി സംഘസാറാണെങ്കിൽ ശിഷ്യന്മാരെയും ഒരു 10 പേരെയും കൊണ്ട് അത് വീട്ടിൽ ചെല്ലുമ്പം എന്നിട്ട് ഒരു നോട്ടമുണ്ട്, അതിനുറമേ ഒരു വിളി കേട്ടോന്നൊരു പണ്ട് നമ്മുടെ അപ്പച്ചന്മാരെ കേട്ടോന്നല്ലേ വിളിക്കുന്നത്, കേട്ടോന്നൊരു വിളി. അമ്മച്ചി ഒരിക്കൽ അവിടെ നിന്ന് പുറത്തോട്ട് വന്ന പകുതി മറങ്ങി വന്നതിന് ശേഷം കണ്ണ് കാണിച്ചിട്ട് ഒന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ ഉള്ള കഞ്ഞി വെച്ച് ശുശ്രൂഷ. അതിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ സാറിന് മനസ്സിലായപ്പോഴാണ് കാലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും ആകനാഥൻ കടാക്ഷിക്കും നിന്റെ പാട്ട് എഴുതിയത്. എത്രയോ നമ്മുടെ ദൈവദാസന്മാരുടെ ഭാര്യമാര് അല്ലാത്തുള്ള ഭാര്യമാർ എന്ത് കഷ്ടപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്ത് ദൈവദാസത്തിന് വേലയിലാണ്, പഠിപ്പിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. പ്രസില്ലാടെ അക്വിലായും പൗലോസിനെയും സെർവ് ചെയ്തു. പിന്നീട് വായിക്കുന്നത് നമ്മുടെ വീടുണ്ട്, ഒരു സഭയുണ്ടായിരുന്നു. ഒരു വീട്ടിൽ സഭാ കൂടി നടക്കുകയാണെങ്കിൽ ആർക്കാ പറഞ്ഞ ഏറ്റവും വലിയ ടെൻഷൻ പറ. ഒരിക്കൽ കണ്ടു, കേരളത്തിന് വെളി ജനിച്ചതായ സിസ്റ്റർ, അവൾ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് ആണ്. അവൾ ഇന്ന് ശ്രദ്ധിക്കുന്നു. ഒരു 3 ബെഡ്റൂം നല്ല വീടാണ്. ഭർത്താവ് ആഫ്രിക്കയിൽ ജനിച്ച് സൗദി അറേബ്യ ജോലി ചെയ്ത് ഓസ്ട്രേലിയ പഠിച്ച വന്ന കപ്പിളാണ്. നേപ്പാളികളായ പാവപ്പെട്ടവരുടെ അവരാണ് സഭയുടെ മെമ്പേഴ്സ്. ഒമിറ്റ് ചെയ്യുന്നു. ഇവന്മാർ ടോയ്ലറ്റ് ഉപയോഗിച്ചു, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിങ്ങനെ കിടക്കുകയും ആ സൗകര്യം പോയി കരിയുക, എന്നിട്ട് ഒമിറ്റ് ചെയ്തു. പ്രസിഡന്റാണ് വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ഫേബയുടെ വീട്ടിലുണ്ടായിരുന്ന സഭ ഉണ്ടായിരുന്നു, ഫേബയുടെയും ഹൗസ് ചർച്ച് ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഇപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷ അതാണ് സാർ. ഇനിയും അടുത്തത്, ഇനി ഞാൻ ഇത്രയും വിശദീകരിച്ച് പോയത് തീരത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോകും. ഗിഫ്റ്റ് ഓഫ് ഗിവിങ്, ദൈവനോട് കൊടുക്കുന്നത്. അതിനെ ഫിലിപ്പിയർ 4:14 കൂട്ടായ്മ എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടായ്മ കിട്ടിയോ കൂട്ടായ്മ കൊടുക്കുന്നതൊക്കെ ചോദിക്കുന്നത്. കർത്താവിനോട് കൊടുക്കുന്ന കാര്യത്തിന് ഇത് നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്ക് വെക്കുന്നതായ എല്ലാവരും കൊടുക്കും, സ്തോത്രം ചെയ്തു. പക്ഷെ ചിലവർ കാണാം പ്രത്യേകമായ രീതിയിൽ ദൈവം അവിടെ കിട്ടി. എൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളൊക്കെ വളർന്നു വന്ന സിറ്റുവേഷൻ ഹാൻഡ് ടു മൗത്ത് ആയിരുന്നു. കൃഷിസ്ഥലം കൊണ്ട് ജീവിച്ചു കാരണം അപ്പച്ചൻ്റെ ബിസിനസ്. അപ്പം എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ അതിനൊന്നും സ്പെൻഡൊന്നും ചെയ്തില്ല. ചെറുപ്പത്തിൽ തന്നെ എന്നെയും കൊണ്ട് അടൂർ ചെന്ന ശേഷം പുള്ളി എന്നെ നിർത്തിക്കൊണ്ട്
2 വട പുള്ളി വാങ്ങിച്ചാൽ കഴിക്കും. പുള്ളി എനിക്ക് തരത്തില്ല. ഞാൻ കുറിച്ച് ഞാനിങ്ങനെ മൈ നോക്കിയിരിക്കും. എന്നാൽ പുള്ളി രക്ഷിക്കപ്പെട്ട ശേഷം ഞങ്ങൾ 2 പേരും മാത്രമേ വെളിയിലൊക്കെ പോയിട്ടു. ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ജീവിക്കായിരുന്നു. പുള്ളി ഉള്ളതങ്ങോട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ഈ വർഷത്തിന്റെ അവസാനം കാർഷിക ഉത്സവം കൊണ്ടുവരുത്തില്ലേ, എന്തോ പറയുന്നത്, ആദ്യവള പുള്ളിയാണ് ഏറ്റവും കൂടുതൽ. പണ്ട് അരിപ്പനായിരുന്നു, വേറെ അരിപ്പം. ഞങ്ങൾ കളിയാക്കാൻ പുള്ളി ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രത്യേക കൃപാവരേണ്ടത് അത് പ്രാപ്തിക്കും മീതെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുരുദേവനും 9-ാം അധ്യായം. ഉണ്ടായിട്ടല്ല കൊടുക്കുന്നത്. എല്ലാം ഉണ്ടായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. ഇല്ലായ്മയിൽ നിന്നുള്ള കൊടുപ്പ്, സാക്രിഫിഷ്യൽ ഗിവിംഗ്. 2 കൊരിന്ത്യർ 8:9 വളരെ കൃത്യമായിട്ട് പൗലോസ് പറഞ്ഞിരിക്കും. എല്ലാവരും അത് ചെയ്യണം, പക്ഷെ ചിലവര് കാണാം ആ കൃപാവരത്തിൽ മുന്തി വരുന്നവരെ. അവർ വേറെ മരുന്ന് ഒരു പക്ഷേ കാര്യം ചെയ്യത്തില്ല, പക്ഷെ അതിൽ മുന്തി വരുന്നു. അതാണ് കൊടുക്കുക. കരുണ കാണിക്കുക, 6-ാമത്തേത് മാനിഫെസ്റ്റേഷൻ. ഏനിയോ കരുണ, മേഴ്സി, കമ്പാഷൻ. റോമലേഖനം 11:8 കാണുന്നത്. മറ്റുള്ളവരോട് ദയ തോന്നി കരുണ കാണിക്കുക. കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, ദുഃഖിക്കുന്നവർ, അവരെ ആശ്വസിപ്പിക്കുക. അത് പണം കൊണ്ട് മാത്രമല്ല. എല്ലാവരും തഴയുമ്പോഴും അവരുടെ അടുത്ത് എന്നവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഒരു പക്ഷേ അവരെ ചില തെറ്റുകൾ കാണും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ചാടുന്നത്. അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് അവൾ അങ്ങനെ വേണ്ടി ചെയ്യാതെ അവരുടെ ആവശ്യം വരുമ്പോൾ കരുണാപൂർവമായിട്ട് ഇടപെടുന്ന ചിലവരെ ദൈവം സഭകളുണ്ടായിരിക്കും. ഇവയൊക്കെ ഈ സൗകര്യം, ഇതൊക്കെ കൂടുതൽ സഹോദരിമാർക്ക് കൊടുത്തിരിക്കുന്ന കൂടുതൽ ശുശ്രൂഷകളാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ വളരെ അച്ചട്ടാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ തന്നെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ചുള്ള ഉപദേശം അറിഞ്ഞില്ല. സഹോദരന്മാരുടെ ശുശ്രൂഷ ഒരു വലിയ വിഷയമാണ്. പൗലോസ് സ്ത്രീ വിരുദ്ധനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിരിക്കുന്നതാണ്. അല്ല, ദൈവത്തിന്റെ വചനമായിട്ടായിരുന്നു പ്രസംഗിക്കുന്നത്. സഹോദരന്മാരുടെ മേൽ ആധിപത്യം നടത്തുവാനായിട്ടോ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കുവാനായിട്ടോ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. ഒരു ഓർഡറാണ്, മൂഡ് ഓഫ് കമാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ എല്ലാം ഈ സൗകര്യന്മാർ ഈ ടീച്ചിങ് ആൻഡ് സമാവരണ പരിപാടി പോലും ഒന്നോർത്ത് നോക്കാം. ഏതൊക്കെ സംഘടനകളോ പ്രദേശങ്ങളോ സഹോദരിമാരുടെ ഇത് തുടങ്ങിയിട്ടുണ്ടോ അതിനകത്തെല്ലാം പല പ്രശ്നങ്ങളാണ്. എന്നാൽ അവർക്ക് അതിലും വലിയ കൂട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗ കൃപാവരത്തെക്കുറിച്ച് കൂടുതലായിട്ട് ശുശ്രൂഷ കൃപാവരം അവർ കൊടുത്തിരിക്കുന്നു. അത് സൗകര്യമാർക്കും പറഞ്ഞില്ല, സൗകര്യമാർക്കും കൊടുത്തിരിക്കുന്നു. നമ്മൾ തിരിച്ചത് പ്രസംഗം ശുശ്രൂഷ കൃപാവരം തന്നെ. അതുകൊണ്ട് ആ ഭാഗം പടിയാണ് നിങ്ങൾ വായിച്ചോളൂ. അടുത്തതാണ് 7-ാമത്തെ. നമ്മൾ എബ്രായലേഖനം 13:16 മറ്റുള്ളവരെ സഹായിക്കുക. ഡു ഗുഡ് ടു അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അത് തന്നെയാണെങ്കിൽ എബ്രായന്റെ 13:16 ഇത് നമ്മൾ ആദ്യം കാണുന്ന 1 കൊരിന്ത്യർ 12:28 ആന്റിലാംപാനോ എന്നുള്ള വാക്കാണ്. മറ്റുള്ളവർക്ക് സഹായമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അവരെ താങ്ങി നടത്തുക, അല്ലേ? അതിനകത്ത് ഒരുപക്ഷെ സാമ്പത്തികമായ സഹായങ്ങളും വേണ്ടി വരും. കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോന്നാൽ പോരാ. ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ ഞാൻ കൊടുത്തിരിക്കണം. എത്രയോ നോർത്ത് ഇന്ത്യൻ ദേവദാസന്മാർ അവർക്ക് കിട്ടുന്ന കൂട്ടായ്മ എന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒത്തിരി ദേവദാസന്മാരെ എനിക്കറിയാം. വേണം ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ മിഷണറിമാർ ചേർത്തുന്നുണ്ടായിരുന്നു. അവരുടെ അനുഭവമാണ് മറ്റുള്ളവർക്ക് സഹായിക്കുക. ഇതിനെ ഇങ്ങനെ സഹായിക്കുന്നത് നമ്മൾ എബ്രായർ 13:16 നമ്മുടെ പ്രായോഗിക ആരാധനയുടെ ഭാഗമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ആരാധന എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. അടുത്തതാണ് എന്താ, എഫേസ്യർ 4:11 അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ കാണുന്നതാണ്. നമ്മൾ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും കാര്യം സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാം. എഫേസ്യർ 4:11 അവിടെ സുവിശേഷം ആരാണ്? പാസ്റ്റർ ടീച്ചർ ആരാണ്? ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു വിട്ടെ. സുവിശേഷം ആദ്യമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, തിമോഥെയോസ് എങ്ങനെയാണ് അറിയപ്പെട്ടത്?
ഒരു സുവിശേഷകനായിട്ടാണോ അതോ ഒരു ഉപദേഷ്ടാവായ ഇടയനായിട്ടാണോ? എല്ലാവരും സുവിശേഷന്മാരാണ്. ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. തിമോത്തിയോസിനോട് പറയുന്നുണ്ടായി, നീ സുവിശേഷന്റെ പ്രവർത്തിക്കണം. സുവിശേഷന്റെ പ്രവൃത്തി എന്തുവാ? സുവിശേഷ വേലയിൽ നീ ഇൻവോൾവ് ആയിരിക്കും, നീ ചെയ്യണം. തിമോത്തിയോസിന്റെ ജീവിതം, അതുകൊണ്ടാണ് ഇടയ ലേഖനങ്ങളെന്ന് തിമോത്തിയോസിന്റെ തൈത്തസിന്റെ ലേഖനങ്ങളൊക്കെ പറയുന്നത്. ഇടയന്മാർക്ക് അവൻ ഇടയനായിരുന്നു. ഇടയനാണെങ്കിലും ആരാണെങ്കിലും സുവിശേഷം അറിയണം, അത് ശരി. പക്ഷെ താനൊരു ഇടയനായ ജ്യേഷ്ഠൻ ആയിരുന്നു. അപ്പോഴ് ഫിലിപ്പോസിനെ കുറിച്ച് ദ ഇവാഞ്ചലിസ്റ്റ് സുവിശേഷനാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ദ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാൻ കാരണം? സ്പെസിഫിക് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാനായിട്ട് എന്താണ് കാരണം? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 21:8, 2 തിമോത്തിയോസ് 4:5 ഒക്കെയാണ് ഇത് വായിക്കുന്നത്. പിന്നെ 1 തിമോത്തിയോസ് 4:5 അവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിളില്ല. അങ്ങനെ ഒറ്റ ഡെഫിനിഷനും കൊണ്ട് ഞാനത്, ഒറ്റ കാര്യം കൊണ്ട് ഞാനത് ഈ അലക്സാണ്ടർ സ്റ്റോർട്ടൺ എന്ന് പറഞ്ഞ സഹോദരനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സുവിശേഷൻ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഇതിൻ്റെ തുല്യമാണ്. ഗൈനക്കോളജിസ്റ്റിൻ്റെ ജോലി എന്തുവാ? പ്രസവ ശുശ്രൂഷ കൊടുത്തി പ്രസവിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യണം? വെളിയെടുക്കണം. മറക്കന്നെ, ഉദാഹരണം, നല്ലൊരു ഉദാഹരണമാണ്. ഉപദേഷ്ടാവ് എപ്പോഴും ഒരു പീഡിയാട്രിഷ്യനാണ്. ഉപദേഷ്ടാവിന്റെ ജോലി എന്തുവാ? കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. ശ്രദ്ധിച്ചോണേ, പൗലോസ് ഒരു സുവിശേഷനായിട്ടും മൂപ്പനായിട്ടും പ്രവർത്തിച്ചു. കാരണം താനാണ് ആ സഭ സ്ഥാപിച്ചത്. മൂപ്പന്മാർ ഉണ്ടായി വരുന്നതും വരെ. കേട്ടോ, നമ്മുടെ ഒരു വലിയ ചോദ്യം, ആരാണ് വലുത്? മൂപ്പനാണോ സുവിശേഷനാണോ? ഇതൊക്കെ കർത്താവ് പറഞ്ഞതായ ആ ആശയത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയവൻ. അവിടെ ഓർഡർ വെച്ചിട്ട് അവരാണ് വരുന്നത് ഇവരാണ് കൊടുക്കുന്ന കാര്യമില്ല. സുവിശേഷൻ എന്നുള്ള വാക്കിനെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ വിശദീകരിക്കണമെങ്കിൽ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരെല്ലാവരും സുവിശേഷന്മാരായിരുന്നു. സുവിശേഷന്റെ ദാസന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. പക്ഷേ അവരിൽ തന്നെയാണെങ്കിൽ പിന്നെ അതിനകത്ത് പത്രോസ് കൂടുതൽ മൂപ്പൻ എന്നുള്ള രീതിയിൽ വിളങ്ങി വന്നു. അപ്പോൾ ഒരു സുവിശേഷൻ എന്ന് പറയുമ്പോൾ അന്തിമ കൽപ്പനകളിലെ 4 ദൗത്യങ്ങൾ, അത് ആർക്കാ കൊടുത്തത്? അന്തിമ കൽപ്പന അപ്പോസ്തലന്മാർ. അവരാരായിരുന്നു? സഭയുടെ അടിസ്ഥാന കല്ലുകൾ ആയിരുന്നു. അവർക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു? നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു. പറഞ്ഞോളൂ. പോവിൻ ഗോ ആൻഡ് പ്രീച്ച്. നമ്മൾ പറയും വാ വാ വാ, ആണ്ടിൽ ഒരിക്കൽ കൺവെൻഷൻ ഉണ്ട്, വാ 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 വാ. ഇതൊക്കെ പണ്ടായിരുന്നു സഭരാ. ഇപ്പൊ പോയേ പറ്റൂ. പരസ്യങ്ങൾക്ക് പോകുന്ന പോലെ നിങ്ങളെല്ലാം ഇന്നും പോയേ പറ്റൂ. വീതികളിലും പൗലോസ് അവരൊക്കെ ചെയ്ത വീതികളിലും നദിക്കരികിലും പിന്നെ ജയിലിലും എവിടേക്ക് ഒരു അവസരമുണ്ടോ അവിടെ പോയി പ്രസംഗിക്കണം. ഗോ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താ പറയും? നോട്ടീസ് എടുത്തിട്ട് വാ 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 വാ. ആര് വരും? ഏതെങ്കിലും അവിശ്വാസി ഇന്നത്തെ കൺവെൻഷന് വരുന്നുണ്ടോ? പറഞ്ഞത് നടന്നോട്ട്. നമ്മുടെ കൺവെൻഷനുകളെല്ലാം വേദ പഠന ക്ലാസ്സിലായിട്ട് മാറണം. പ്രസംഗ പീഠമായിട്ട് മാറുന്നത്. പ്രസംഗ ജീവിതം പരസ്യങ്ങളിലാണ്. അതുകൊണ്ടല്ലേ ഞാൻ വന്നിട്ട് ഗെയിംസിൽ അറിയാം നമ്മളെന്തോ പറഞ്ഞാൽ ആരും ചെയ്യും. നമ്മൾ അടൂർ ചുറ്റുപാട് ഞങ്ങൾ പരസ്യവുമായിട്ട് നടക്കുകയാണ്. അടുത്ത സമയത്ത് പരസ്യങ്ങൾ തന്നെ നടത്തി ഞങ്ങൾ ഒരു 80 നോൺ അല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവർക്കും, എൻ്റെ വീട്ടിൽ നാമധേയ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ ചാൾസ് ജോണിനെ വിളിച്ചിട്ട് തൻ്റെ പാട്ടുകൾ കൂടെ നല്ല ഭംഗിയായിട്ട് വിശേഷം വീണ്ടും പറഞ്ഞു ഫോളോ അപ്പ്. അപ്പോൾ ഈ അന്തിമ കൽപ്പന അടങ്ങിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അത് ആദ്യ ഇസ്ലാമിലും പിന്നെ അങ്ങനെ ഭാവമുണ്ട് അല്ലെ. കർത്താവോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സ്വന്തം സഭയും സ്വന്തം ചുറ്റും സ്വന്തം ദേശത്തും സുവിശേഷം അറിയിക്കാത്തവൻ ഉഗാണ്ടയിൽ പോയി പ്രസംഗിച്ചാൽ ശരിയാണ്. പുന്നപ്പിക്കോ ഉഗാണ്ടയിൽ, ഇവിടെയാണ് തുടക്കം. അതിനു ശേഷം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യുക? മർക്കോസിന്റെ 16 കൂടെ ചേർത്ത് പഠിക്കണേ. 28 അവസാനം വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. ആരാണ് യഥാർത്ഥമായി ഒരാളെ സ്നാനപ്പെടുത്തുവാനായിട്ട് യോഗ്യം? ഒരാളെ വിശ്വാസത്തിലേക്ക് നടത്തിയ, ആ വിശ്വാസത്തിലേക്ക് നടത്തിയ സുവിശേഷം വചനപ്രകാരമാണ്. ഇത് നടക്കുന്ന പ്രാക്ടീസ് എനിക്ക് പ്രശ്നമല്ല. കേട്ടോ, അതെന്തെങ്കിലും നടന്നോട്ടെ. ചിലരവിടെ നിന്നിട്ട് വന്നതിനെ സ്നാനപ്പെടുത്താനോ കുത്തുറൊന്നും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പ്രാക്ടീസാണ്. അത് വലിയൊരു മോശമായിട്ട് എടുക്കുന്നത് പ്രാക്ടീസാണ് ഇല്ലേ. അത് സ്നാനത്തിൻ്റെ വേറൊരു വിഷയമാണ്. സ്നാനപ്പെടുത്തുക. രണ്ടാമത് ചെയ്യണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നറിയാം.
ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതായ കൽപ്പനകൾ പ്രായമാക്കി കൊണ്ടത്തക്ക രീതിയിൽ അവരെ പഠിപ്പിക്കുകയും, ഒന്ന് പ്രസംഗിക്കുകയും വിളംബരം ചെയ്യുക, രണ്ട് ടീച്ചിങ്, അപ്പോസ്തലിക ഉപദേശങ്ങൾ. സഭകളിൽ വിശ്വാസികൾ മാറ്റം ഉണ്ടാവണം. എന്ത് ചെയ്യണം? പഠിപ്പിച്ചേ പറ്റും. നാലാ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? കേൾക്കാം. അവസാനം പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരാക്കിക്കൊടുക്കുക. ഇതെന്ത് ചില ഈ അക്കായി ഇതുപോലെ പറയുന്നതായ പല പ്രസ്ഥാനക്കാരും ഒക്കെ നമ്മുടെ തന്നെ ആളുകളെ പഠിപ്പിച്ച് ഞാൻ വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ടീച്ചിങ് ഉണ്ടോ, അല്ലെങ്കിൽ ശിഷ്യന്മാരാക്കി കൊള്ളുക. വളരെ ലളിതമായ ഒരു കാര്യത്തെ വിപുലീകരിച്ച് ഈ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വർഗമാണ്, കൂട്ടരാണ്, ഒത്തിരി ആത്മീയത്തോടാണെന്നൊരു ഇന്റർപ്രട്ടേഷൻ നമ്മുടെ സഭാ ടീച്ചിങ്ങിൽ നിന്ന് വിട്ടുപോയി ചില ഇന്റർ ഡിനോമിനേഷൻ ഒക്കെ ഞാൻ ഇങ്ങനെയുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലൊക്കെ പോകുന്ന നല്ലതാണ്. അവിടെയൊക്കെ ലീഡർഷിപ്പിന്റെ തത്വങ്ങളൊക്കെ പഠിപ്പിക്കും. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു വലിയൊരു ആത്മീയ അല്ല ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ. ഒറ്റ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഏതാണ്ട് അന്ത്യോക്യ വരെയുള്ള പ്രവർത്തനം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിശ്വസിച്ചവരെ അവരെ വിളിക്കുന്നത് ശിഷ്യന്മാരായിരുന്നു, അല്ലേ? യെരൂശലേമിലെ ശിഷ്യന്മാരുടെ കൂട്ടം, ശിഷ്യൻകൂട്ടന്മാരുടെ എണ്ണം പെരുകി. ആദ്യം 3000, പിന്നീട് എത്ര? 5000 ശിഷ്യന്മാർ. കേട്ടോണേ. ഫിലിപ്പോസ് പഠിപ്പിച്ചപ്പോൾ അവിടെ സഭകളുണ്ടായി. അവിടെ സഭകളുണ്ടാകുന്നത് പിന്നെ പറയുന്നു ആരായിരുന്നു? ശിഷ്യന്മാർ. ക്രിസ്തുവിനെ അനുകരിച്ചവരും അനുയായികളെല്ലാം ശിഷ്യന്മാരായിട്ട് മാറി. അതിനുശേഷം മിശ്രയാത്രയുടെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാണാം 12-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾക്ക് എന്ത് പേര് ലഭിച്ചു? അല്ല, ശിഷ്യന്മാർക്ക് എന്ത് പേര് ലഭിച്ചു? ക്രിസ്ത്യാനികൾ. താഴോട്ട് 13 വരുമ്പോൾ 13 വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭ. അപ്പൊ എന്ത് വയ്യ പിന്നെ അവിടെ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്, ശിഷ്യന്മാരുടെ കൂട്ടമൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സഹോദരന്മാരെ എന്ന് പറഞ്ഞ സഭ പ്ലാന്റിങ്. അതല്ലേ ഫിലിപ്പോസ് ചെയ്തത്? അസംബ്ലി പ്ലാന്റിങ്. ഒരു യഥാർത്ഥ സുവിശേഷം ഒരു സഭയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത് പൗലോസൊക്കെ പിന്നെ ചെയ്തു. അവിടെ നിന്നാണ് പൗലോസിനെയും ബർണ്ണബാസിനെയും സുവിശേഷന്മാരായിട്ട് കമന്റ് ചെയ്തു വിടുന്നത്. നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭയെങ്കിലും സാധിക്കും. ഇത് കേവലം ഒരു ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും മാത്രമല്ല, ഒരു പിന്നെ പരസ്യവും അല്ല. ഫോളോ അപ്പ് ചെയ്യണം, അവരെ സ്നാനപ്പെടുത്തണം. അടുത്തുള്ള വിശ്വാസമാണെങ്കിൽ അവരെ നമ്മുടെ സഭയിലേക്ക് ചേർക്കണം. ഒരു പുതിയ സ്ഥലമാണ് എല്ലാ സുവിശേഷന്മാരും ഏത് സഭ എന്നാലും ഒരു പുതിയ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവിടെ സഭ ഉണ്ടാവണം. അപ്പൊ സഭയാര് നടത്തും? അതിനാണ് ദൈവം മൂപ്പന്മാരെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പോസും ബർണ്ണബാസും എന്ത് ചെയ്തത്? അവിടെ മൂപ്പന്മാരെ ആക്കി വെച്ചത്. അത് മൂപ്പന്മാരുടെ കാര്യം പഠിക്കുമ്പോൾ അത് വളരെ വിശദമായിട്ട് പഠിക്കുവാൻ സാധിക്കും. ഇത് സഭാതത്വശാസ്ത്രമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിനുള്ള സ്പെഷ്യലായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് പ്രത്യേകമായി ദൈവം തിരിച്ചിരിക്കുന്നതായ ദേവദാസന്മാരാണ് ദൈവം. എല്ലാവരും സുവിശേഷം ചെയ്യണം. ചെറിയവരെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ വ്യത്യസ്തനായിട്ട് ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റ്, അല്ലേ? അന്നേ ചിതറിപ്പോരെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റിനെ കാണും. എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം. ഫിലിപ്പിനേടത്തിന്റെ പറയുന്ന സ്ത്രീകൾക്ക് സുവിശേഷത്തിൽ പങ്കുണ്ട്. എന്നാൽ ദൈവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതേമാരെന്നറിയാമോ? ഈ 4 കൂട്ടം കാര്യങ്ങൾ ചെയ്ത് പ്രത്യേകിച്ച് മിഷണറി ആയിട്ട് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് ചെന്ന് പ്രസംഗിച്ചു. അവർ കൂടെ വേറെ പലരും കാണും. ഫിലിപ്പോസും കൂടെ എപ്പാഫ്രാസും ഉണ്ടായിരുന്നു, സിൽവാനാസ് ഉണ്ടായിരുന്നു, അല്ലേ? ഞാൻ ഇന്നലെ കൃപാവനങ്ങളെ ജലിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. മറ്റനേക ദൈവദാസന്മാരെ കൃപാവനത്തെ ജലിപ്പിക്കത്തക്കവണ്ണം അവരുടെ ലീഡർഷിപ്പ് ഇപ്പോൾ. അതുകൊണ്ട് സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ച് അവരെ സ്നാനപ്പെടുത്തി അവരെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിച്ച് സഭാസ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? സുവിശേഷം. ഒരു സഭയിൽ യഥാർത്ഥ സുവിശേഷം ഉണ്ടെങ്കിൽ മറ്റെല്ലാവരെയും കൂട്ടി ഇതെല്ലാം ചെയ്യും. യുവാക്കന്മാരെ എല്ലാവരെയും കൂട്ടി പുതിയ പുതിയ ടീം പ്രവർത്തനങ്ങൾ. ഇവിടത്തേക്കുള്ള ദൈവദാസന്മാർ പലയിടത്ത് പോയിട്ട് പുതിയ പുതിയ ടീം പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു. രാവിലെ കർത്താവ് പറഞ്ഞ് പോകാനാണ്. അവരാണ് സുവിശേഷം. ദൈവം യുഗാലിസ്റ്റോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. യുഗാലിസ്റ്റോ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ സത് സുവിശേഷം പ്രസംഗിക്കുന്നവർ. സത് സുവിശേഷം പ്രസംഗിക്കുന്നവർ. അടുത്തുകൂടെ കഴിഞ്ഞ ശേഷം നിർത്തിയെ പറ്റൂ. പിന്നീട് നിങ്ങൾ നോട്ട്സ് വായിച്ചോണം. പാസ്റ്റർ ടീച്ചർ, ഞാൻ മുമ്പേ പറയുന്നുണ്ടായി. പാസ്റ്റർ ടീച്ചറിലേക്ക് ഉപദേഷ്ടാവായ ഇടയിൽ ഞാൻ മുമ്പേ അതിൻ്റെ ഒരു ഹിൻസൊക്കെ തരികയുണ്ടായി.
1 Corinthians 12:28 ടീച്ചറെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് പ്രത്യേക കൃപാവനം ചിലരിലാണ്. നമ്മുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ ഇടയിലെ പല പൊതുപ്രാസംഗന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ പലരും സഭയിലെ മൂപ്പന്മാരല്ല. നമ്മുടെ ബാബുചാൻ ജോൺ കുര്യൻ സഭയുടെ ഒരു മൂപ്പസ്ഥാനം ഒന്നും എടുത്തിട്ടില്ല. വേറെ പലരും, കാരണം അവർക്ക് ഈ പ്രമാണം അറിയാം. പിന്നെ പാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും മൂപ്പനാവണമെന്നില്ല, ഇടയനാവണമെന്നില്ല, അധ്യക്ഷനാവണമെന്നില്ല. പക്ഷെ എല്ലാ ഇടയന്മാരും എന്തായിരിക്കണം? ഉപദേഷ്ടാവ് ആയിരിക്കണം. അതുകൊണ്ടാണ് തിമോഥെയോസിൽ പറഞ്ഞത്, 1, നിങ്ങൾ നല്ല വേല ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? നല്ല വേല അല്ല, നല്ല മൂപ്പനാവാനൊരുവനാ. അതിനകത്ത് ഒരു തെറ്റുണ്ട്. ഈ ഇംഗ്ലീഷിൽ KJV വന്നപ്പോൾ എപ്പിസ്കോപ്പൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ KJV എഴുതുന്നത് 1611. അതുകൊണ്ട് അവർ ഇതൊരു സ്ഥാനമായിരുന്നു. അല്ല, യഥാർത്ഥമായിട്ട് ഗ്രീക്ക് എഴുതിയിരിക്കുന്നത് ഒരുവൻ മൂപ്പൻ ആകുന്നുണ്ടെങ്കിൽ അവൻ നല്ല വേല. ആ നല്ല വേല എന്ന് പറഞ്ഞ എന്തിനുള്ളതാണ്? ഭൗതികമായ ഭൗമിക കാര്യത്തിൽ ശുശ്രൂഷന്മാർ ചെയ്തുള്ളൂ. ഈ നല്ല വേല ഏതാ? അതാണ് പത്രോസ് 6-ാം അധ്യായത്തിൽ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും തിരിക്കും. അതാണ് ഒരു മൂപ്പന്റെ നല്ല വേല. പൈസ എന്നതും പൈസയുടെ കണക്ക് വെക്കുന്നതും മൂപ്പന്റെ ജോലിയല്ല. ചില സ്ഥലങ്ങളിൽ ഇതെല്ലാം ഒരാളങ്ങ് ചെയ്യുക. അവർ വചനത്തിൽ അധ്വാനിക്കണം. അത് തന്നെയാണ് തിമോഥെയോസ് പറഞ്ഞതായ പാസ്റ്റർ ടീച്ചറോട് ആര് പറഞ്ഞു? തീത്തോസിനോടും പറഞ്ഞു, നീ ഉപദേശം പഠിക്കുക, ഇതിൽ നിലനിൽക്കുക, നീ അത് പഠിപ്പിക്കുക. നോക്കിക്കോണേ. അതുകൊണ്ടാണ് അവിടെ പാസ്റ്റർ ഈ മേയ്ക്കാണെങ്കിൽ എന്തായാലും തീറ്റി വേണം, അല്ലേ? ഇല്ലേ ചാ? എവിടെ നിന്നൊക്കെ 4 പ്രസംഗം കാണാപ്പാടമാക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ധ്യാന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് ധ്യാനയോധന പറയാൻ കിട്ടും. സഭ വളരണമെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൂടെ, അല്ല, ഒരു പീഡിയാട്രിഷ്യന്റെ കൂടെ, ആ പീഡിയാട്രിഷ്യൻ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം, ഭക്ഷണം കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. ആ നിലയിൽ വചനം പഠിപ്പിക്കണം, ഉപദേശം പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ എല്ലാ നമ്മളെ എപ്പിസ്കോപ്പോസ് സഭകൾ അങ്ങനെയുണ്ട്. അവരെ കുറ്റം പറയാതെ പ്രവാചകൻ അത് വരുന്നുണ്ട്. അത് അടുത്ത സെഷനിലാണ് വരുന്നത്. പക്ഷെ ഇനി ഞാനത് പറയുന്നില്ല. അത് നിങ്ങൾ പിന്നെ അടുത്ത സെഷനിലാണ് വരുന്നത്. പ്രവാചകൻ ഒരു ഉണ്ട് കേട്ടോ. അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ എടുത്തില്ലല്ലോ. ഇത്രയും പറഞ്ഞു നിർത്താൻ ഞാൻ 5 മിനിറ്റുണ്ട് അവിടെ പറഞ്ഞു നിർത്താം. നമ്മള് എഫേസ്യർ 4:15 വായിക്കുമ്പം എത്ര ശുശ്രൂഷ ലീഡർഷിപ്പ് കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്? 4. 1 അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, പിന്നീട് സുവിശേഷകന്മാര്, ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരെ, ഇടയന്മാര്. എഫേസ്യ ലേഖനം 4:11 ഒരു ഓർത്തോണം. എഫേസ്യ ലേഖനത്തിലാണെങ്കിൽ ആകമാന ദൈവസഭയെ, സാർവത്രിക സഭയെ, സാർവത്രിക സഭാ വീക്ഷണത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു വലിയ മഹനീയമായ കെട്ടിടത്തോട്, ഒരു മെഗാ കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുകയാണ് പൗലോസ്. ഉപമാനമാണ്. ഒരു മന്ദിരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഏറ്റവും വലിയ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടല്ലോ പലയിടത്ത്. ബുർജ് ഖലീഫയാണ് ഏറ്റവും വലുത്. ആണോ? ദുബൈയിലെ. അത് കഴിഞ്ഞൊന്നും ഉണ്ടായില്ലല്ലോ. സിംഗപ്പൂര് അല്ല, അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായില്ലേ? സൗദി വരുന്നേ ഉള്ളൂ, വന്നിട്ടില്ല. വേറെ ഒരെണ്ണം ഉണ്ട്, ഇത്രയൊന്നും വന്നിട്ടില്ല. 163 സ്റ്റെയർ അല്ലേ? 163. അതുപോലൊരു ബിൽഡിങ്ങുമായിട്ട് അന്ന് അത്രയല്ല ഉപമിക്കുമ്പോൾ അവിടെ ഉപമിക്കുന്നു. എഫേസ്യർ 2:19-20 വായിക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഒരു ബിൽഡിങ് ഫൗണ്ടേഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി എന്ത് പറ്റും? നിങ്ങളുടെ പോയി ഇങ്ങനെ വേണം. ആയിക്കോട്ടെ, അതിപ്പോഴത്തെ ടെക്നോളജി. 10 ദിവസം ഉണ്ടായിരുന്നു വേറൊരു ടെക്നോളജിയാണ്. അത് തന്നെ ഇന്നത്തെ ടെക്നോളജി. ഇന്നത്തെ ഫൗണ്ടേഷൻ വേണം. അതല്ലേ കർത്താവ് പറഞ്ഞത്? ഒരു വീട് കണ്ടുപിടിക്കാൻ വന്നാൽ പാറയിലോട്ട് ചേർത്തപ്പെടുന്നത് ഒരു കോർണർ സ്റ്റോൺ കാണും പാറ, പിന്നീട്
അടിസ്ഥാന കഴിവുകൾ പാറയിൽ അല്ലെങ്കിൽ ഹംറ്റി തറയിൽ വീഴും. ആ പശ്ചാത്തലത്തിൽ വേണം 2:19 സമയമില്ല. വേറെ ഏതൊരു സമയത്ത് ഞാൻ ഈ സഭാതത്വശാസ്ത്രവും സഭയുടെ ലീഡർഷിപ്പൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ട്. അവിടുത്തെ ആ മിഡിൽ ഈസ്റ്റിലെ ടെക്നോളജി, അന്നത്തെ ടെക്നോളജി അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരായിട്ടും എന്ന് 4:11 പറഞ്ഞതിന് മുമ്പായിട്ട് 2:11 പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? 2:8 വായിച്ചു നിർത്താം. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെ പണിതിരിക്കുന്നു? ആഗമന ദൈവസഭയെ പണിതിരിക്കുന്നു. അപ്പോസ്തലിക കാലത്ത് തന്നെ എന്ത് കഴിഞ്ഞു? അപ്പോസ്തല ആ അടിസ്ഥാന കല്ലുകളുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്ട്രക്ചറാണ്. ഇന്ന് 2023 സ്റ്റോറിയായി. 2024 തീർന്നിട്ടില്ല. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ള കല്ലുകളായിട്ട് മുന്നോട്ട് പണിയപ്പെടുന്നു. അപ്പോൾ എഫേസ്യർ 4:11 എഫേസ്യർ 2:20 ഇതിനെ മൈനസ് ചെയ്തേ. 2:20 പറഞ്ഞത്. 2:20 വായിച്ചോളൂ. അപ്പൊ 2:20 കൊടുത്ത് മൈനസ് ചെയ്ത് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്തേ. 4:11 4 2:20 വരുമ്പോൾ 2 കുറച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അത് കഴിഞ്ഞ ശേഷം കേട്ടോ 2:20 കുറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ ലഭിക്കും? സുവിശേഷന്മാരും ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരും. അടിസ്ഥാന ഉപദേശങ്ങൾ, അതാണ് ജ്ഞാനപരം പരിജ്ഞാനപരം എന്നിവയാൽ റിസീവ് ചെയ്ത് സഭയുടെ ഉപദേശങ്ങൾ സ്ഥാപിച്ച് എഴുതി കിട്ടാനായിട്ട് അപ്പോസ്തല കാലത്താണ് നടന്നത്. അപ്പോസ്തലന്മാരുടെ മേൽനോട്ടത്തിൽ. ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിച്ചാൽ നിർത്താം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അത് വേറെ വിഷയമാണ്. ഇതൊക്കെ ഒത്തിരി പഠിച്ചേ പറ്റൂ. എബ്രായലേഖനം 2:20 വായിച്ചേ. എബ്രായലേഖനം 2:3-4 വായിച്ചേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും തന്റെ ജനനം കൊണ്ടും പഠിപ്പീര് കൊണ്ടും പറഞ്ഞു തുടങ്ങിയതും പിന്നെ ദൈവം അടയാളങ്ങളാലും എന്തൊക്കെ കൊണ്ടാണെന്ന് കാണിച്ചു. ഏലിയാവിനും മോശയ്ക്കും ചെയ്തതുപോലെ അടയാളങ്ങൾ, അത്ഭുതങ്ങളെ, വീര്യപ്രവൃത്തികൾ. എന്നിട്ട് പറയണം നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും വിനന്തിയതിക്കുന്നേ കേട്ടവർ. അത് കഴിഞ്ഞുള്ളത് പറഞ്ഞേ നമുക്ക് ഉറപ്പിച്ചു തന്നവർ. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഹിയർ ലൈസ് ദ പോയിന്റ്. കേട്ടവർ. എബ്രാഹിമിന്റെ കർത്താവ് പറയുകയാണ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ആരാണ് ഈ കേട്ടവർ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അപ്പോസ്തലന്മാർ തന്നെ പ്രവാചകന്മാരായിരുന്നു. ഒരു അപ്പോസ്തലന് സുവിശേഷനുണ്ട്, പ്രവാചകനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോസ്തലന്മാരല്ലാത്ത പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. കൂടുതൽ പഠിക്കണം. അപ്പൊ അവിടെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് കൺഫേംഡ്. ഗ്രീക്കിലെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് ഉറപ്പിച്ചു നൽകിയിരിക്കുന്നു. എന്നേക്കുമായിട്ട് ഉറപ്പിച്ചു നൽകിയിരിക്കുന്നു. പക്ഷേ അതിന്റെ അർത്ഥം എന്നറിയാമോ? അതിന്റെ എഫക്റ്റ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവാചകന്മാരും കൺഫേം എന്നുള്ളത് അത് എഴുതി ഉറപ്പിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് 96 വന്നപ്പോൾ ഒരു പ്രവാചകനുടെയും യോഹന്നാനോട് പറയുകയാണ്, ഇതിന്റെ ഉടനെ ഒരു വക കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ളതായ പഠനങ്ങളും പ്രസംഗങ്ങളും പ്രബോധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം അതിനുവേണ്ടിയാണ് ഏൽപ്പിച്ചത്. ഇനി അതിനോട് ചേർന്നുള്ളതായ മുമ്പ് ഞാൻ പറഞ്ഞതായ അടയാള വരങ്ങളും പല വരങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് വരുന്നു. അത് നിങ്ങൾ പഠിച്ചോളൂ. അതിനുള്ള നോട്ട്സ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ എനിക്കറിയാം ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ അത് പഠിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞു, കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഒരു പുസ്തകം വായിച്ചതൊന്നും തീരുന്നില്ല. പഠിക്കണം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസം